അതിനകത്ത് പന്തിയുള്ള മനുഷ്യർ വളരെ കുറവാണ്. ആ വംശാവലിയിലെ ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ടും മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടാൻ അവിടുന്ന് കൊതിച്ചു. സ്വയം വിളിക്കുന്നതിൽ അവിടുന്ന് പല പ്രാവശ്യം വലിയ ഒത്തിരി പ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഞാൻ എഴുതി വെച്ചിട്ടില്ല. അതൊക്കെ എഴുതി പഠിക്കുന്നതല്ല ഇനിയിപ്പോ ഒരു സീരിയസ് വചനത്തെ കുറിച്ച് സീരിയസ് ആകാൻ വേണ്ടി അങ്ങനെയുള്ളത് ഈശോയുടെ അതാ ഈ സുവിശേഷം വായിച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് വായിച്ചു പോയാലേ ചുമ്മാ ഒന്നും നമുക്ക് കാണത്തില്ലേ. ഇങ്ങനെ അങ്ങ് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ വചനത്തിന്റെ ആദ്യ ആ ഒരു ഓരോന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓവർഷാഡോ ചെയ്ത വാക്കും വചനങ്ങളുമാണല്ലോ ഓരോന്നുവേ. അല്ലാതെ ചുമ്മാ മനുഷ്യൻ ചെയ്തല്ലോ. അപ്പൊ അത് നമ്മൾ പറയുന്ന പോലെ ഈശോയുടെ ജീവിതം എഴുതിയത് ഈ ഭൂമിയിൽ പോലും അത് യോഹന്നാൻ സുവിശേഷത്തിന്റെ മാത്രം ഒരു കൺക്ലൂഷൻ അല്ലത്. ഈ ഭൂമിക്ക് പോലും ഉൾക്കൊള്ളാൻ എഴുതിയിരുന്നെങ്കിൽ പറ്റിയേലാത്തതാണ് അവർ ഈ 10, 20, 25 പേജുകളിലേക്ക് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അത്രയും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ അതിനെ അത്രയും ഇതാക്കി എടുക്കണവേ. ഓരോ വചനത്തെ അങ്ങനെ എടുക്കുമ്പോഴാണോ ഈ വചനത്തിനകത്ത് അതാ ഞാൻ ഇവിടെ ജോലി ചോദിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ച് വായിക്കണമെന്ന് ചോദിച്ചില്ലേ. അല്ല സുവിശേഷമായെന്ന് പറഞ്ഞില്ലേ ഇവിടെ വായിക്കാൻ തുടങ്ങിയത്. അല്ല ഞാൻ അന്നേരം അതുകൊണ്ടാ പറഞ്ഞത്. ഓരോ സെന്റൻസും അങ്ങനെ ഓരോന്നും അതൊരു നമുക്ക് അങ്ങനെ ഓരോന്നും ഉണ്ട്. അത് ഇങ്ങനെ സ്പെഷ്യലായിട്ടുണ്ട് ഓരോ വാക്കിനും ഓരോന്നിനും എന്തൊക്കെയോ ഭയങ്കര ആ ഓരോന്ന് പറഞ്ഞതിന്റെ ഒരു വെളിച്ചമാണ് പിന്നെ പറയാൻ പോകുന്നതൊക്കെ അങ്ങനെയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചുമ്മാ വായിക്ക് പോകുമ്പം ഈശോ വന്നേ ദേവാലയത്തിലേക്ക് പോയപ്പം ചുറ്റുപാടുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അന്നേരം നോക്കുമ്പോൾ ചുമ്മാ അങ്ങ് എഴുതിയിരിക്കുന്ന പോലെ തോന്നുകയും പിറ്റേ ദിവസമാണ് ഈ അത്തിമനുഷ്യത്തെ ശപിക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ അർത്ഥം തലേദിവസത്തെ ആ നോട്ടത്തിന് അത് ഇതൊക്കെ പെട്ടിട്ട് കാണും. അത്തിവർഷമേ ഭയങ്കരമായിട്ട് ഇത് കാണുവേ. കാരണം ഈ രക്ഷയുടെ കാലം വരുമ്പോഴത്തേനും അതിനെ കുറിച്ചുള്ള സൂചന എപ്പോഴും അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലും മുന്തിരിയുടെ ചുവട്ടിലും ഇരിക്കുന്നതിനെ കുറിച്ചാണ്. എത്ര ഇടത്ത് പഴയ ഇതുണ്ടെന്നറിയോ? അങ്ങനെയുണ്ട്. അപ്പൊ ഈ രക്ഷ പൂർത്തിയായി ഇനി അത്തിവൃക്ഷത്തിന്റെ ആ അടയാളം വേണ്ടെന്നുള്ള ചിലപ്പോ അങ്ങനെ കാണുവേ. അങ്ങനെയൊക്കെ ഉള്ളത് കാണും ആ അത്തിവൃക്ഷത്തെ ശപിക്കാനകത്തേ. അങ്ങനെ പഴയ നിയമത്തിൽ ഒത്തിരി ഇടത്താ സമാധാന രക്ഷയുടെ കാലത്തെ കുറിച്ച് പറയുന്നത്. അവർ അത്തിവർഷത്തിന്റെ അവരുടെ വീടുകളിലെ ദാവീദ് സോളമൻ സമാധാനം അവിടെ ഉണ്ടായപ്പോഴും ആ രാജ്യത്തുണ്ടായപ്പോഴും അവരവരുടെ അത്തിവൃക്ഷങ്ങളുടെ ചുവട്ടിലൊക്കെ മുന്തിരിയുടെ അത്തിവൃക്ഷത്തിന് അങ്ങനെ ഒരു നല്ല സെന്റൻസ്. അത് വായിച്ചാൽ തന്നെ ബ്യൂട്ടിഫുൾ സെന്റൻസാ. അത് ഒത്തിരി എല്ലാ പ്രവാചകന്മാരുടെ തന്നെ നമ്മൾ ഈ പ്രവാചന പുസ്തകങ്ങളിൽ വരുമ്പോ എവിടെയെങ്കിലും അത് പറയുന്നുണ്ട് ഒത്തിരി എടുത്ത്. അതുകൊണ്ടാണ് ഈ നഥാനിയേലിനെ അത്തിവൃക്ഷത്തിന്റെ ചൂട്ടി കണ്ടെന്ന് പറഞ്ഞതേ. അത് അത്തിവൃക്ഷത്തിന്റെ ചൂട്ടി നഥാനിയേല് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അത് രക്ഷ തുടങ്ങിയതിന്റെ ഇതാതെ അങ്ങനെയും കാണും. ആകണം നിർബന്ധമില്ല. അതിനെ ഇവർക്കറിയാലോ അല്ലേ അങ്ങനെ കണ്ടെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അങ്ങനെ കാണും. അതെ അല്ലെ ഇത്ര അതിശയിച്ച് അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല അവര് നഥാനിയേലിനോട് ഫിലിപ്പോസ് പറയുന്നതും അങ്ങനെയാണല്ലോ. മോശയുടെ പുസ്തകത്തിലും പ്രവചനങ്ങളിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അവനെ ഞങ്ങൾ കണ്ടെന്നാ പറയുന്നതേ. നഥാനിയേൽ അന്നേരം സമ്മതിക്കുന്നില്ല. നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ കൂട്ടി അവര് പറയുന്നത്. അന്നേരമാണ് നഥാനിയേൽ സമ്മതിക്കാത്തത്. നസ്രത്തിൽ നിന്ന് നന്മ വരുമോ അങ്ങനെ അതിന്റെ ബാക്കിയാ. അന്നേരം നഥാനിയേലിനെ കാണുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞാണ് നഥാനിയേലിനെ ഈശോയുടെ അടുത്ത് കൊണ്ടിരുന്നത്. അന്നേരം ഈശോയും കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനുവേ പിന്നെ അത്തിവൃക്ഷത്തിന്റെ ചൂട്ടി കണ്ടെന്ന് പറഞ്ഞപ്പം അത് വലിയ രക്ഷയുടെ ഈശോ പറയുമ്പം വചനത്തിന് ജീവൻ ഉണ്ടാവുമല്ലോ. അതോ അങ്ങനെ ഇതാകണമെന്ന് നിർബന്ധമില്ലേ. അഭിഷേകത്തിന്റെ ഒരു ശക്തി എന്ന് വരുവേ. ഇതിനെ അവരോട് പറഞ്ഞ ആ വചനമുണ്ടല്ലോ നഥാനിയേലിന് പറഞ്ഞതേ. മോശയുടെ പ്രവചനത്തിലും പ്രവാചകന്മാരിലും അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ ഈശോയെ ഞങ്ങള് നസറത്തിൽ നിന്നുള്ള ഈശോയെ കണ്ടെന്ന് ഇവര് പറയുന്നത്. അന്നേരമാണ് നഥാനിയേൽ ചോദിക്കുന്നത് നസറത്തിൽ നിന്ന് നന്മ വല്ലതും വരുമോ എന്ന്. അന്നേരം ഈശോ അല്ലേ ഈ വചനം പറയുന്നത്. ഈ അത്തിവൃക്ഷത്തിന്റെ ചൂട്ടി കണ്ടെന്നേ. അപ്പോഴത്തേനും അത് ഈ അത്തിവൃക്ഷം പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലെല്ലാം അത്തിവൃക്ഷം ഭയങ്കര രക്ഷയുടെ ഈ വലിയ സമയം പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഒരു അടയാളം ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. അവര് മനുഷ്യരെ അതിന്റെ ചൂട്ടിൽ ഇരിക്കുന്നേ.
ഇനി അടയാളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ലക്ഷം വന്നല്ലോ. ഓഫ് സമൂലം അതായത് നമ്മൾ ഈ 33 വേണ്ടെന്നൊക്കെ പറയുന്നേ, നമ്മൾ ഈശോയോട് പറയുന്നില്ല. 33 നമ്പർ നമ്മൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് വന്നപ്പോൾ ഇനി ഇല്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു, സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് പോലെ ഇനി ഈ അടയാളങ്ങളിൽ ഒന്നുമല്ല, യഥാർത്ഥ ആളങ്ങ് വന്നില്ലേ. യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ അങ്ങനെയാ പറഞ്ഞു പോകുന്നത്. ഓരോന്നും ഇങ്ങനെ ഒത്തിരി ധ്യാനിച്ച് ഇനി എടുക്കാനുണ്ട്. കാരണം ഓരോ അധ്യായങ്ങളും ഒരു വലിയ വിഷയമാണ് ഇത് ചെയ്യുന്നത്. രക്ഷകനെ സംബന്ധിച്ചുള്ള ഏറ്റവും ക്ലൈമാക്സ് സംഭവങ്ങളാണ് ഓരോന്നും പറയുന്നത്. ഓരോ അധ്യായങ്ങളും അതെ, ഓരോ അധ്യായം തിരിച്ചല്ല അത് എഴുതിയെങ്കിലും അതെല്ലാം അത്ര ഇതാണ്. അതുപോലും നമുക്ക് മനസ്സിലാകത്തില്ല. അത്രയും ഭൂമിയിൽ പോലും വെക്കാൻ പറ്റിയല്ലാത്ത ആ പുസ്തകങ്ങളെ അത് ആശ്രയിച്ചായങ്ങളൊന്നും കൂട്ടണ്ട. പക്ഷെ എന്നാലും അതിന്റെ ആ അത്രയൊന്നും പറയണ്ട, മറ്റേ അത്രയും ഇതിലേക്ക് കയറി പറയേണ്ട കാര്യമില്ലല്ലോ. ദൈവം എപ്പോഴും അനന്തതയിലാണ് മനുഷ്യനെ ഉയർത്തി നിർത്താൻ താല്പര്യപ്പെട്ടതേ. ദൈവം അങ്ങനെ അബ്രാഹത്തിനോടും അങ്ങനെയല്ല പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കണ, നിനക്ക് എണ്ണാൻ പറ്റുമോ? തരിയെ കടൽ തീരത്തെ മണൽത്തരിയെ നോക്ക്, അതിനെ എണ്ണാൻ പറ്റുമോ? ഈ കൗണ്ട്ലെസ് ആണത് രണ്ടുപേരും. ഈ കൗണ്ട്ലെസ്സിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ജോലിയോടാണ് ഞാൻ പറഞ്ഞത്, ദാവീദ് സെൻസസ് എടുത്തു ഇസ്രായേൽ ജനത്തിന്റെ. അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദൈവം ഭയങ്കര ശിക്ഷ അയക്കും ശേഷം വായിച്ച്. കാരണം സെൻസസ് എടുക്കാൻ പറഞ്ഞ എണ്ണം പറ്റാത്തതിന് എണ്ണുമല്ലേ, അത് ദൈവത്തിന് ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ എണ്ണുമല്ലേ, എണ്ണാൻ പറ്റിയെന്ന് അതിനകത്ത് ആ വാക്ക് തന്നെ അതാ. കൗണ്ടബിൾ ആയിരിക്കുന്ന ഇൻകൗണ്ടബിൾ ആയിരിക്കുന്ന പറഞ്ഞതേ. അപ്പൊ ഇവര് കൗണ്ട് ചെയ്യുമല്ലേ സെൻസസ് എടുക്കുമ്പോ. അത് ഭയങ്കര ശിക്ഷ, അതിന് ഭയങ്കര, പിന്നെ ഒത്തിരി പേര് മരിക്കുന്നതൊക്കെ അങ്ങനെ ഒത്തിരി ശിക്ഷയാ വരുന്നത്. ദാവീദിന് ഭയങ്കര ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം സമ്മതിക്കുന്നു, ശിക്ഷ കൊടുക്കുമല്ലേ. ഈശോയെ കുറച്ച് പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് നമ്മൾ കുറച്ച് കാലം മുമ്പ് കേട്ടതിന് ഒന്ന് സാരസംഗ്രഹമായിട്ട് നമ്മൾ എഴുതാൻ നോക്കി കഴിഞ്ഞാല് അങ്ങനെ അത് ചുമ്മാ എന്തെല്ലാം പറഞ്ഞ് അതെല്ലാം വെച്ചിട്ട് അത് നമുക്ക് ഇത്രയും പേജിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതിന് എന്തൊരു എഴുത്തായിരിക്കും നമ്മളാ ചുരുക്കിയേ. അന്നേരം കർത്താവിന്റെ കാര്യം എഴുതുന്നു, അതൊരു അപ്പസ്തോലൻ എഴുതുന്നു, മാറോട് ചേർന്ന് എഴുതുന്ന പുസ്തകങ്ങൾ എഴുതുന്നു, അതങ്ങനെ പരിശുദ്ധാത്മാവിനെ ഇൻസ്പയർഡ് ആയിട്ട് എഴുതുന്നു എന്ന് പറയുമ്പോഴത്തേനും അത് അവർ ബാക്കി എല്ലാവരും ഈ ആദ്യ സമയത്ത് മരിക്കുകയും ചെയ്തു. സഭയുടെ ഇത്രയും വളർച്ചയ്ക്ക് ശേഷം, ഇത്രയും കാലങ്ങൾ കണ്ടതിനും കൂടെ ശേഷം, ഇത്രയും സഹനങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം എഴുതുമ്പോഴത്തേനും അതെന്തൊരു എഴുത്തായിരിക്കും അല്ലേ. എഴുതി ഒരു 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 കുഞ്ഞു പോലും വെറുതെ ഇടത്തില്ലല്ലോ അല്ലേ. ജോസഫ് ഉണരാൻ അങ്ങനെയാണല്ലോ പറയുന്നത്. ഉണരാനേ വേക്കപ്പ് എന്നല്ല പറയുക. അതിനകത്തുണ്ട് ജോസഫിനകത്ത് ഒരു അപ്പുണ്ട്. വേക്കപ്പ് ജോസഫ്, സഭയെ പരിപാലിക്കൂ, അങ്ങനെയൊക്കെ ഉണ്ട്. പരിപാലകനല്ലേ. ഇങ്ങനെ കേൾക്കുമ്പോഴായിരിക്കും ജോസഫ് കേൾക്കുന്നതേ. ജോസഫ്
ആദ്യത്തെ ആദാമിനെ ഉറക്കി കിടത്തിയച്ചല്ലേ ഹവ്വായെ എടുത്തതേ എന്ന് പറഞ്ഞ പോലെ ആണല്ലോ ഇത്. ഉറക്കത്തിൽ പറയുമല്ലേ മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുന്നതിൽ. ഓ ആ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെയുണ്ട്. ഉറക്കത്തിലേക്ക് ആണല്ലോ. കാരണം ജയിലായിരുന്നു. അതും ഒരു റവൽ ഇതാണല്ലോ. അതിനുശേഷം ഭാര്യയിലെടുത്തിട്ടാണ് പിന്നെ ഭാര്യയെ കൊണ്ട് നിർത്തുന്നത്. അതാണല്ലോ പറയുന്നത് അല്ലേ മറിയത്തെ. അങ്ങനെ ഉണ്ടല്ലോ. അതിനുശേഷമാണല്ലോ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ജോസഫ് തീരുമാനിക്കുന്നുള്ളൂ അല്ലേ. അതെ അതെ. അതിന് മുമ്പ് ശങ്കിച്ചു നിൽക്കുകയാണല്ലോ. ഈ വചനം എഴുതിയിരിക്കുന്നതിനകത്തല്ലേ മഹാ റിലേഷനാണ്, കണക്ഷനാണ്. അത് നമുക്ക് ഈ ഉറക്കം എന്ന് പറഞ്ഞ ഉറക്കം മാത്രമേ ഉള്ളൂ. ബൈബിളിലെ ഉറക്കത്തെ നമ്മൾ കാണുന്നില്ലാഞ്ഞിട്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ, വചനം എപ്പോഴും നമ്മൾ പകുതി കണ്ട് പുറത്ത് മുകളിലോട്ടുള്ളതിലേക്ക് റെഫർ ചെയ്യാതെ വചനത്തിൽ തന്നെ നിൽക്കണം. ഇങ്ങനെ വചനത്തിൽ, അന്നേരം ഈ വചനത്തിലെ ആദാമിന്റെ ഉറക്കത്തെ നമുക്ക് കാണാൻ പറ്റത്തുള്ളല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴേ അങ്ങനെയെല്ലാം വചനത്തിന്റെ ഇത് വെച്ചാൽ തിയോളജി മുഴുവൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആദാമിന്റെ ഭാര്യയിൽ അല്ല, ഈ ഇവിടെ വക്ഷസീന്നേ വരിയിൽ എടുത്തു. അതുപോലെ തന്നെ ഈശോയുടെ വക്ഷസ് തുറക്കപ്പെടുന്ന എല്ലാവേ അവിടെ നിന്ന് സഭ എടുക്കുന്നതിനെ കുറിച്ച് അങ്ങനെ വ്യാഖ്യാനിച്ച് പറയുന്നതേ ഈ ഒഴുകി വന്ന സഭയാണല്ലോ. അങ്ങനെ സഭയാ അങ്ങനെയാണ്. അങ്ങനെ വേദപാരകന്മാർ അതിനെ അങ്ങനെയാ വ്യാഖ്യാനിച്ചത്. എല്ലാവരും ഉണ്ട്. അതല്ല, ഈ ഒറിജിനലെ നോക്കിയിട്ട് അന്നേരം നോക്കുമ്പോഴാണോ അവിടുത്തെ നിഴല് കാണുന്നത്. പുതിയ ഭാര്യയെ സ്വീകരിക്കുകയല്ലേ. കാരണം ദൈവത്താല് ഗർഭം ധരിക്കപ്പെട്ട ദൈവത്താലേ അവൾ പരിശുദ്ധാത്മാവിനാണ് ഗർഭവതി എന്ന് പറഞ്ഞുകൊണ്ടാ മലഹ പറയുന്നതേ. അങ്ങനെ ഉണ്ടല്ലോ. മറ്റേത് പിശാചിനാലുവാ കായാനുണ്ടായത്, അങ്ങനെയും പറയുന്നുണ്ടോ ഇതിനെ. യോഹന്നാൻസിലിയ പറയുന്നുണ്ട് കായാൻ അങ്ങനെ പറയുന്നുണ്ട്. ഉറക്കത്തിന്റെ റോൾ എന്നതിനേക്കാളും ഉണരുന്നതിന്റെ റോളാണ്. നമ്മളോട് ദൈവം ആവശ്യപ്പെട്ടത് ഉറങ്ങാനല്ല, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് സ്വീകരിക്കാനല്ല. എനിക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു 5-6 എണ്ണം അങ്ങനെയാ പറഞ്ഞത്. അല്ല, എങ്ങനെയാ അവിശ്രാന്തം പ്രാർത്ഥിക്കാനൊക്കെയാ പറയുന്നത്. ഉറങ്ങാതെ പ്രാർത്ഥിക്കാനും. അങ്ങനെ പോലീസുകാരുടെ ജീവിതവും നിരന്തരം ഇതായിരുന്നേ, വ്യാകരണത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആ ലിസ്റ്റിൽ തന്നെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അതാണല്ലോ അല്ലേ ഉറക്കള. പക്ഷെ ഉറക്കളിക്കുന്നൊന്നും നെഗറ്റീവ് അല്ലേ, നമുക്കിപ്പോ നമ്മുടെ മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് മാത്രമേ നമുക്ക് പാവവും അങ്ങനെ നമ്മുടെ കണ്ണുകളുടെ ഒക്കെ കിടക്കുന്നത് കൊണ്ടാണ് ആ ആഗ്രഹങ്ങളും ഒക്കെ ഈ ഇതുണ്ടാകുന്നത്. നമുക്ക് ആത്മരക്ഷയെ കുറിച്ച് ബോധ്യം ഉണ്ടായാൽ ഒരാളുകൂടെ നമ്മൾ കുറച്ചുകൂടി ഇരുന്നാൽ ഒരാളുകൂടെ രക്ഷപ്പെടാന്നുണ്ട് നമ്മൾ ഇരിക്കുകയല്ലേ. ഇപ്പൊ നമുക്ക് നമ്മുടെ പോലും രക്ഷയെ കുറിച്ച് നമുക്കൊരു ഉറപ്പില്ലേ, ഉറപ്പല്ല, ഒരാവശ്യം തോന്നുന്നില്ല നമുക്ക്. എങ്ങനെ പോയാലും രക്ഷപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു നമ്മളങ്ങനെ ചിന്തിക്കുന്നേ. വെളിപാടിന്റെ പുസ്തകത്തിലെ വെളിപാട് തന്നെ അല്ല, രാത്രി ഇല്ലാത്തൊരു ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് സൂര്യനെ കൊടുത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ പറയുന്നത് അല്ലേ. നമ്മളിങ്ങനെ പക്ഷിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു ഇരുകാലിൽ പോകാനുള്ളതിന്റെ ചിന്തയിലാണ് അങ്ങനെ തോന്നിപ്പോകുന്നല്ലേ. നമുക്ക് അങ്ങനത്തെ ഒരു സാധ്യത ഉറപ്പ് തരുന്ന, വചനത്തിലെ ഉറപ്പ് തരുന്ന ഭാഗങ്ങളാണല്ലേ വളരെ ഇങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ അതിലേക്കാണ് നമ്മുടെ ലക്ഷ്യത്തെ ഇടേണ്ടതേ. നമ്മുടെ കമ്പ്യൂട്ടറിന് മെസ്സേജ് കമാൻഡ് കൊടുക്കുന്നു പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു കമാൻഡ് മാറ്റി കൊടുത്താലല്ലേ, അങ്ങനെ ഇട്ടാലേ നമ്മൾ കയറി വരത്തുള്ളൂ. അല്ല നമ്മളിങ്ങനെ ഒരു കമാൻഡ് ഇല്ലാതെ കിടക്കുമല്ലേ.
പറഞ്ഞു പറഞ്ഞു പറയണമെന്നില്ല, നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഉള്ളിൽ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, നമ്മളിങ്ങനെ ആയിരിക്കുന്ന ഒരു തലം ഉണ്ടല്ലോ ഇപ്പോഴും ഒരു ചിന്തയിലെ, ആ തരത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതേ. അല്ല, നമ്മളിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇമ്മായിരിക്കുമ്പോൾ നമ്മളിൽ നിരന്തരം നിലനിൽക്കുന്ന ഏതോ ഒരു കാര്യമുണ്ട്. ഇടയ്ക്കല്ലാതെ നമ്മൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് മാറി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ഒരു ഇതില്ലേ വാട്ടർ ലെവൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഇതിന്റെ രസം ഇങ്ങനെ നിരപ്പ് നോക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇല്ലേ ആ ലെവല് നോക്കുന്ന ലെവൽ, അതിനൊരു രസമായിട്ട ഒരു സാധനം ഉണ്ട് അത്. അല്ല എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ എസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു അവബോധമേ, അവബോധം എന്നുള്ള വാക്കായിരിക്കുന്നില്ല, ഒരു അവബോധം നമ്മളിൽ എപ്പോഴും ഉണ്ട്. ആ അവബോധം ഏതാന്നുള്ളതാണ് വിഷയം. ആ അവബോധത്തിലാണ് നമ്മൾ എസിസ്റ്റ് ചെയ്യുന്നോണ്ടിരിക്കുന്നത്. അത് നമ്മള് ആ അവബോധം മാറിക്കഴിഞ്ഞാൽ ഈ ഓർമ്മശക്തിയൊക്കെ മാറി എന്ന് പറഞ്ഞ പോലെ ആയി പോവാ നമ്മളെ. അത് ഈ ആകുലകതയ്ക്കൊക്കെ ദൈവം ഇടുന്ന വില അത്. ആ ആകുലകത നഷ്ടപ്പെടുമ്പോഴാണ് ഈ അബോധവും നഷ്ടപ്പെടുന്നത്. എപ്പോഴും അതില്ല, അങ്ങനത്തെ ഒരു അവബോധത്തിലല്ല, അല്ല, വളരെ കുറച്ച് ആ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതേ, അരമുറുക്കി വിളക്കത്തിച്ചൊരുങ്ങിയിരിക്കുക എന്നുള്ളത്. അത് ഞാൻ ഇന്നലെ അവരോടൊക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മൾ പുറമേ വെച്ച് ഇപ്പം മൊബൈലുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാവും. മൊബൈലിനകത്ത് എന്തെങ്കിലുമൊക്കെ അല്ല മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശം നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതാ മൊത്തം നമ്മളതാന്നല്ല, നമ്മൾ അങ്ങനെയും കൂടെയാണ് നമ്മൾ. അന്നേരം നമ്മൾ അബദ്ധത്തെ മരിച്ചാൽ നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പോൾ പുറത്ത് പോലും നമുക്ക് മനസ്സിലാവും ഇവൻ ഇങ്ങനെയായിരുന്നേ. പുറത്തെ ആൾക്കാർക്ക് പോലും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് വെച്ചോണ്ട് കുമ്പസാരിക്കാൻ പോയി, കുമ്പസാരിച്ചിട്ട് കുർബാനയായി കണ്ടിട്ടും കാര്യമില്ല. അങ്ങനെ ഉദാഹരണമാണ്. അപ്പം ഒരു മൊബൈലില് കുറെ മോശപ്പെട്ട വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് നോട്ടിക്കൂ, അത് കാണുന്നില്ല, കണ്ടെന്ന് പറഞ്ഞാണ് കുമ്പസാരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നിന്ന് എടുത്ത് കളഞ്ഞിട്ടുമില്ല. അല്ല, ഇനിയിപ്പോ എടുത്ത് കളഞ്ഞാലും നമ്മുടെ ഉള്ളിലൊരു ഇത് ഇടുവാണ്, ഇത് കുമ്പസാരമൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കുർബാന കഴിക്കൊണ്ടിച്ച് പിന്നെ നമ്മളിത് എന്നതാ ഇതുപോലെ ഒരെണ്ണം എടുത്തിടുവെന്ന്. നമ്മളതാണല്ലോ ദൈവം കാണുന്നത്, നമ്മളതാ. ഇതെടുത്തിട്ടില്ല, ഇത് കളഞ്ഞെന്ന് കൂട്ടിക്കും. കളഞ്ഞെന്ന് കൂട്ടിയാലും നമ്മൾ പിന്നെ എടുത്തിടുന്നുണ്ടെങ്കിലേ നമ്മൾ ദൈവം കാണുന്നത് നമ്മളതാണല്ലോ, നമ്മൾ കാണുന്നിടത്തും അതെ. അപ്പൊ നമുക്ക് ഒരു ഉറപ്പില്ല, നമ്മൾ കുഴിയല്ല നിൽക്കുന്നത്. അതാണ് നമ്മൾ അവസാനമായിരിക്കുന്ന നിമിഷം നമ്മൾ അതാ. അതിനെ ഇത് ചെയ്യണ്ടേ. അതേ പാവത്തോടെ എന്നേക്കുമായിട്ട് മരിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു തലവേ. ഇത് മനുഷ്യർക്ക് മറ്റുള്ളവർ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും എടുത്തു കൂടാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണമല്ല ഇത്. പക്ഷെ ഇത് നമ്മളിൽ ഒരു വലിയ സാധ്യതയാണ്, ഒരു ആത്മവഞ്ചന ധ്യാനത്തിന്റെ ഒരു സാധ്യതയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഉള്ളില് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. ചിലപ്പോ ഓരോ കാര്യങ്ങളെ നമുക്ക് എല്ലാ സാധ്യതയായിട്ട് നമുക്കിടാം. നമുക്ക് ഉള്ളതേ നമ്മളെ ഈശോയ്ക്ക് വേണ്ടി അങ്ങനെ എല്ലാം ഉപേക്ഷിക്കാത്ത അവസ്ഥ നമ്മുടെ ഉള്ളിലിടുമ്പോ നമ്മൾ അങ്ങനെ ഇടുക ഓരോ കാര്യങ്ങളെ. എന്ത് നമ്മുടെ ഭാവി സമ്പത്തിനെ കുറിച്ചോ അല്ലെ നമുക്ക് ഭാവിക്കൊരു ജീവിത പങ്കാളിയെ കുറിച്ചോ നമ്മളെ പങ്കാളിയെ സ്വീകരിക്കുന്നില്ലായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ പോകുന്നിടത്തും ആലോചിക്കുന്ന ചിന്തിടത്തും വലിയ ഒരു പങ്കാളിയായി ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ നമ്മളറിയാതെ സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്. വേണ്ടെന്ന് വെക്കുന്ന ഒരു തലമുണ്ട്. എന്നേക്കുമായിട്ട് നമ്മളിത് ഈശോയെ പ്രതി ആ ഒരു ആ ഒരെണ്ണം വേണ്ടെന്ന് വെക്കുന്ന ഒരു തലമുണ്ട്, നമ്മളൊരു സാധ്യതയിലിടുന്ന സ്ഥലമുണ്ട്. അങ്ങനെ നമ്മളോട് ചോദിക്കും ഒരു വിശപ്പിന്റെ കാര്യം. നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ ദൈവം ചോദിക്കാന്ന് കൂട്ടിക്കും. ഭക്ഷണമൊന്നും കഴിച്ചില്ലേലും വിശപ്പിന്റെ പ്രശ്നമൊന്നും വരികയല്ല. അങ്ങനെ അങ്ങ് പോകാം എന്ന് പറഞ്ഞ് നമ്മളത് തിരഞ്ഞെടുക്കും. നല്ലപോലെ ആലോചിച്ചാൽ നമ്മളിപ്പം ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കും, നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വലിയൊരു കൊതി നമ്മുടെ ശരീരത്തിൽ കിടക്കുക. വിശപ്പില്ലെങ്കിലല്ലേ ഉണി നമ്മളോട് ചോദിക്കുക. തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല, ദൈവം ചോദിക്കുക. നമുക്ക് ഇപ്പം ഭക്ഷണം കഴിക്കാതിരുന്നാലും ഒരവസ്ഥ നിനക്ക് ഞാൻ തരാം. അന്നേരം നമ്മള് അതിനൊരു നിങ്ങൾ ഒരു ധ്യാനിച്ചൊരു മറുപടി പറ എന്ന് പറഞ്ഞാല്
ഒരു ചോറ് കൊണ്ടോ മാങ്ങായി കഴിക്കണ്ടോ ഒന്നും കഴിക്കാതെ ജീവിക്കാം. എല്ലാം കഴിക്കാൻ നല്ല ആരോഗ്യത്തിൽ പോകാം. പക്ഷെ ഈ കഴിപ്പിനെ കുറിച്ചുള്ള കൊതി നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ അതിന് നോ പറയാൻ നമുക്ക് നമ്മുടെ ഇതെല്ലാം എന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു പ്രോസസ്സാണ്. കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഭയങ്കര ശക്തമാണ്. ഈ വിശപ്പല്ല നമ്മുടെ പ്രധാന വിഷയം, ഇത് കഴിക്കാനുള്ള ആഗ്രഹമാണ് പ്രധാന വിഷയം കിടക്കുന്നത്. വിശപ്പ് മാറ്റി തരാന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മുടെ ആന്തരികതയിലെ നമുക്ക് കഴിക്കണം. ബിജോടി ഇപ്പൊ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഉറക്കമില്ലാതെ എങ്ങനെ ചെയ്യും? അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ കിട്ടിയോ, ഐഡിയ കിട്ടിയോ എന്ന് പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഉണ്ട് അങ്ങനെ. അത് ദൈവത്തെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് പറ്റുള്ളൂ. അത് ഭയങ്കര നമുക്ക് ഇങ്ങനെയും കൂടെ നോക്കിയിട്ട് വേണം ദൈവമേ. കണ്ടന്റ്. അതെ അതെ അതെ. അതങ്ങനെ സ്പിരിച്വൽ ലൈഫിലേക്ക് നമ്മൾ കയറുന്നതേ. സ്പിരിച്വൽ ലൈഫിൽ ഇങ്ങനത്തെ ഇതെല്ലാം ബാക്കി ഇങ്ങനെ ഓരോ മേഖലയില് നമ്മൾ എന്തേരെ പ്രായമാകുമ്പോഴും നമുക്ക് ഒരു എന്നതാ ഓപ്പോസിറ്റ് ഇതിനോടുള്ള ഒരു ആകർഷണം നമുക്ക് നമ്മൾ അറിയാതെ വേണമെന്ന് നമ്മൾ ഉള്ളിലിടും. വിരക്തി എന്ന പുണ്യത്തെ നമ്മൾ അതുപോലെ സ്നേഹിക്കാത്ത ഒരവസ്ഥ നമ്മുടെ ഉള്ളിലിടും. അത് വേണ്ട നമുക്ക്. പക്ഷെ എന്നാലും ഇത് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഭക്ഷണത്തിന്റെ കാര്യം എക്സാമ്പിളാ. പൈസയുടെ കാര്യം അങ്ങനെ. പൈസ നമുക്ക് വേണ്ടെന്നൊക്കെ നമുക്ക് ഇപ്പം പറയും. പക്ഷെ നമ്മള് പൈസയുടെ കാര്യം വരുമ്പോ ഉണ്ടല്ലോ നമ്മളത് ചടി മേടിക്കും. നമ്മളത് അങ്ങനെയാ. നല്ലൊരു നോക്കിക്കൂ, അത്ര പൈസയുടെ ഇതാകാനായിട്ടൊന്നും അത്ര എളുപ്പമല്ല മനുഷ്യനെ. ഇതിലാകട്ടോ ഈ നമ്മുടെ ഡിസയർ എന്നുള്ള ഉള്ളില. ഇപ്പം ചിലപ്പോ നമ്മള് പല മറ്റുള്ളവരെന്നാ വിചാരിക്കുന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ചിലപ്പോ ഇത് ചെയ്യും. നമ്മൾ ചിലപ്പോ വേണ്ടെന്നൊക്കെ വെക്കുവേ. അങ്ങനെ നമ്മൾ ആഗ്രഹത്തിൽ കിടക്കുന്ന ഒരു തലമുണ്ടല്ലോ. ആഗ്രഹ തലമാണല്ലോ ദൈവം കാണുന്നത് തലവേ. നമ്മുടെ മുമ്പിലേക്ക് ഒരു നല്ലൊരു ഷർട്ട്. ആ ഷർട്ട് അങ്ങ് എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേനും വലിയ വില കൂടി നിന്നുമല്ല, ഇത് നമുക്ക് നല്ലൊരു ചേരുന്നുണ്ടല്ലോ. നമ്മളങ്ങ് എടുക്കുമത് പഴയതൊന്നും കത്തിച്ചിട്ടാണേലും. അങ്ങനെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ കിടപ്പേ. അങ്ങനെ ഉള്ളിൽ കുറെ നമ്മള് ഒരു തരം മനുഷ്യനായിട്ടേ. അതില്ലേലും പറ്റുന്ന കാര്യം നമ്മുടെ ഈ ആഗ്രഹം കൊതി കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലേ. അത് ഓരോ മേഖലയിലും നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ സ്കാൻ ചെയ്താലേ നമുക്കുണ്ടാകുന്ന നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് എടുക്കുന്ന ഒരെണ്ണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും അത് ഓരോ മേഖലയിലെ. അത് ഇപ്പൊ ഒരു സൂചന മാത്രമേ ഉള്ളൂ. ഇത് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കിടക്കുവാണ് അങ്ങനെ ഓരോന്നത്. അത് ഇങ്ങനത്തെ ഓരോ സാഹചര്യം വരുമ്പോഴേക്കും വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെ ഓരോന്നും വെളിപ്പെട്ട് അന്നേരമാണ് നമ്മളത് മനസ്സിലാക്കി തിരുത്തി പോകേണ്ടത്. ഉറക്കമില്ലാത്ത അവസ്ഥ തരാന്ന് പറഞ്ഞില്ല, നമ്മൾ സ്വീകരിക്കുമോ? ഈശോ 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 ക്രിസ്തു ഈശോയെ യേശു മിശിഹായെ. നമ്മൾ ഇന്നത്തെ കാര്യമൊക്കെ മാറ്റി കൊടുക്കുന്നതിനെ പറ്റി വളരെ പറഞ്ഞതിനേക്കും അല്ലാതെ പ്രാർത്ഥന വഴി നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കേണ്ട ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഈശോയോട് ഇങ്ങനെ പറയണം. നമുക്കായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രാർത്ഥനാ സമം നമ്മുടെ ഡീപ്പസ്റ്റ് ഡിസയർ ആണ്. ഡീപ്പസ്റ്റ് ഡിസയറിന്റെ അതിന് എനിക്ക് വാക്കുകൾ പറയാനില്ല. അതിന്റെ കൂടെ ഒരു സമമിട്ടുള്ള ഒരു എന്നതാ. എങ്ങനെയെങ്കിലും അങ്ങനെ പോയാൽ പോരാ. ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ മുഴുവൻ ഊരി കൊടുക്കണമെന്നുള്ള സഹിക്കുകയല്ല മരിക്കുക അത്ര ഒരു ഇതിലേക്ക്
നമ്മൾ അങ്ങനെ കൊടുക്കണം. നമ്മൾ ഉള്ളിനെ അത് കൊടുത്ത് നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഓരോന്നിൽ നിന്ന് മാറി നമുക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു ആത്മീയ നമുക്ക് അങ്ങനെ ഒരു ഊർജ്ജവും ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുകയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിന്റെ റിസൾട്ട് പിറ്റേ ദിവസം അങ്ങനെ ഉണ്ടാവുകയെ. പക്ഷെ അതൊന്നും തളർച്ച സമയമാണെങ്കിൽ ആ വഴിക്കങ്ങ് പോകുവേ എന്ന് പറഞ്ഞാൽ ഇന്നും തളർച്ച സമയമേ ഉള്ളൂ. പക്ഷെ അതിന് പ്രാർത്ഥനയ്ക്ക് ഭയങ്കര റോളുണ്ടല്ലേ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നിലനിൽപ്പ് എന്നൊക്കെ പറയുന്നത് വചനത്തിലെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ ഒരു വലിയ ഇതാണ്. നിലനിൽപ്പേ ഓരോ കാര്യങ്ങളില്ലേ, അത് നമ്മൾ കുറച്ച് തുടങ്ങി അങ്ങനെ തെമ്പി പോകുന്നില്ല, അങ്ങനെ പോകരുതല്ലോ. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം നല്ലപോലെ നമ്മൾ എടുത്തു നോക്കി നമ്മളെ ദൈവം ഇങ്ങനെ പരിപാലിച്ച് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷെ നമ്മുടെ ജീവിതം നമ്മൾ ഓരോ ദിവസവും അതിന്റെ പ്രയോജനപ്പെടുത്താന്നതിന്റെ ഒരു കുഞ്ഞു ശതമാനം നമ്മൾ ഉണ്ടാവുന്നുള്ളേ. ബാക്കി ഇങ്ങനെ തേമ്പി പോകുന്ന പോലെ അങ്ങനെ ഇതായി പോവുകയാണേ ഓരോന്നുവേ. അത് ചിലപ്പോൾ ഏറ്റവും എല്ലാത്തിനെയും കൂട്ടിയെടുക്കുന്ന ഏറ്റവും കോറ ഒരു സംഗതി ആയിരിക്കും അല്ലെ. നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അത് പക്ഷെ എല്ലാത്തിനെയും കൂട്ടിയിണക്കേണ്ട കാര്യമായിരിക്കും ഈ തേങ്ങി പോകുന്നത്. അതൊക്കെയാണ് ഈ അർത്ഥപ്രാണനായിട്ട് ബ്ലീഡിങ് കിടക്കുന്ന മനുഷ്യനാണ് നമ്മളെ. ഇങ്ങനെ വലിയ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേ ഓരോ ദിവസമേ. അത് നമുക്ക് സ്വാതന്ത്ര്യം അതാ ഈ കോമൺ ഫ്രീഡം എന്ന് പറഞ്ഞതിന്റെ ബെനഡിക്ട് പാപ്പായെ അത് നമ്മൾ ഓർക്കാത്ത കൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ടൂടെ വലിയ കണക്ഷനിലാണ് നമ്മൾ ഇത് കിടക്കുന്നതെന്നേ. അതും അതിന്റെ പാവം അത്. അല്ല നമുക്ക് നമ്മുടേതായ ജീവിതം എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് അതിനെ എടുക്കാനുള്ള അവകാശമില്ലേ. അവിടെ ഈ ഉറക്കത്തിന്റെ എല്ലാം വരുന്നതേ ബ്യൂട്ടിഫുൾനെസ് അവിടെയാ വരുന്നത്. പിന്നെ എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിയനും നമ്മൾ ചെയ്യേണ്ട ആ കമ്മ്യൂണിയനിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുടെ എല്ലാം വരുമല്ലേ. എല്ലാവരും ആയിരിക്കല്ലോ, പക്ഷെ നമ്മൾ ബോധ്യപ്പെട്ടവര് നമ്മളെ അതിന്റെ ഒരു ഇത് നിൽക്കണമല്ലോ. എല്ലാവരിലേക്കും എത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും മണിക്കൂർ സൂചി ഓടുന്ന പോലെ അല്ലല്ലോ സെക്കൻഡ് സൂചി ഓടേണ്ടതല്ലേ. സൂചിക്ക് പറയാനും പറ്റത്തില്ലല്ലോ. ഇങ്ങനെ അല്ല ഞാൻ ഇനി ഇച്ചിരി വിശ്രമിക്കട്ടെ, ഞാൻ ഇത്ര ഇനി ഓടിയതല്ലേ. മണിക്കൂർ സൂചി ചേട്ടാ നീ ഇനി ഓടേ, ഞാൻ ഒരു വിധത്തിൽ നോക്കിയാൽ സെക്കൻഡ് സൂചി അങ്ങനെ ഓടുന്നതുകൊണ്ടാണെന്ന് പറയാമല്ലോ മണിക്കൂർ സൂചി അങ്ങനെ വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് അത് ഒറ്റ ഇതേലല്ലേ. അതേലാണ് ഇതിന്റെ അതാണല്ലോ സ്പീഡ് മുഴുവൻ ബാലൻസ് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ ഇതേ സമയം തെറ്റും, അന്നേരം തെറ്റും. അതിനകത്ത് സെക്കൻഡ് സൂചിയുടെ ഏറ്റവും ഇതേലേ അത് കുറയുമ്പോ ബാക്കി എല്ലാത്തിലും ബാധിക്കും. പിന്നെ അത് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ സ്വതന്ത്രമാക്കി എന്ന് പറയുമ്പോൾ അതാണ് ഫ്രീഡം ടു ബി ഫ്രീ എന്ന് പറയുന്നതാ. നമുക്കിപ്പോ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അർത്ഥം നമ്മുടെ സ്വാതന്ത്ര്യത്തിലല്ലെന്നല്ലേ. നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, സമയം മുഴുവൻ നമുക്ക് നല്ലപോലെ പ്രയോജനപ്പെടുത്തി പ്രാർത്ഥിച്ച് നല്ലപോലെ രക്ഷാകരമായിട്ട് ജീവിക്കണമെന്ന് നമുക്ക് ബോധ്യത്തിൽ അറിയാം. പക്ഷെ ആ ഫ്രീഡം നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ നമ്മൾ ആ ഫ്രീഡത്തെ ഇത് ചെയ്യുന്നില്ല, വില കൊടുത്തേ. നമ്മൾ ഫ്രീഡത്തിൽ അതിന്റെ അർത്ഥം ഫ്രീഡത്തിലല്ലെന്നുള്ളതാ, ഫ്രീഡത്തിലാകുന്നില്ല നമ്മൾ. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ബന്ധിച്ച് അങ്ങനെ ഇട്ടിരിക്കുക. അദൃശ്യമായ ബന്ധനങ്ങളാൽ നമ്മൾ മടുപ്പും മടിയും അങ്ങനെ. ഇത്രയും സിഗ്നിഫിക്കന്റ് റോളാണെന്ന് നമുക്ക് ആദരികത നമുക്ക് മനസ്സിലായിട്ടും കൂടി അല്ലേ. അതെ അതെ അതെ. ചിലപ്പോ നമ്മുടെ ഈ രാഷ്ട്രീയം കൊണ്ടും പ്രലോഭനം കൊണ്ടും ഇത് ഇതിന്റെ ഏറ്റവും അത്യാവശ്യമുള്ളതാണെന്നേ നമ്മുടെ കാര്യം പോലും നമ്മളെ വിസ്മരിപ്പിക്കുന്നതാണ് അല്ലേ. നമ്മൾ വിസ്മരിക്കുവോ ജാഗരൂകത ഇപ്പം പറഞ്ഞിരിക്കുന്നത് ബ്യൂട്ടിഫുൾനെസ് എന്നുള്ള ആ വലിയ തലത്തെ എപ്പോഴും നിർത്തിയില്ലെങ്കിലേ
അത് എപ്പോഴും നമ്മൾ ചുമ്മാ കിടന്ന് ഇങ്ങനെ പണിയണമെന്നല്ല അതിന്റെ അല്ല പക്ഷെ നമ്മുടെ ആന്തരികതയുടെ ക്ലിയർ ആയിട്ട് ആ ഒരു ബോധ്യത്തിലും അതെ അതെ ആ നമ്മളിങ്ങനെ രോഗം വന്ന് കിടക്കുമ്പോഴേ രോഗം വന്ന് ഞാനിങ്ങനെ അങ്ങ് കിടന്ന് പോട്ടെ മരിച്ചാൽ മരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ അവകാശമില്ല. അങ്ങനെ ചിന്തിച്ചു പോയേക്കരുത് അങ്ങനെ ഒരിക്കലും. അങ്ങനെ നമ്മുടെ രോഗം വന്നു, പനിയും ഇതൊക്കെ വന്നു, ഭയങ്കരമായിട്ട് ഇത് അങ്ങേ മരിക്കുന്ന പോലെ അങ്ങനെ ആയി പോകാന്ന് കൂട്ടിക്കോ. നമ്മൾ സമ്മതിക്കരുത് അങ്ങനെ. നമുക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി എനിക്ക് എഴുന്നേക്കണം, മഹാജൂബിലി വരുമല്ലേ എന്ന് പറഞ്ഞ് നമ്മള് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഞാനെങ്കിലും മരിച്ചു പോയി അങ്ങനെ അതല്ലല്ലോ. അതല്ല നമ്മൾ അന്നേരം നമ്മുടെ ഉള്ളിലോട്ട് പറയണോ, അത് ദൈവം നടന്നിടത്ത് പറയണം എന്നതിൽ അത് നമുക്ക് ഭയങ്കര നിരാശയുടെ പ്രലോഭനം അങ്ങനെ കൊണ്ടുവരും കേട്ടോ. എല്ലാം കൊണ്ടും ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് എല്ലാം കൊണ്ടും ഡിമ്മാക്കിയിട്ടേ അങ്ങനെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഉള്ളില് നമ്മൾ സ്വയം ഇത് ചെയ്യുന്നില്ലേലും ഒരു മനസ്സുകൊണ്ടൊരു സൂയിസൈഡിങ് അത് ആ ഒരു തലവേ നെഗറ്റീവ് ആവുക. നമ്മൾ തന്നെ ഇത് കൊല്ലുന്നില്ല. സാവൂളൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ കൊല്ലാൻ പറയുമല്ലേ അവരെ. സാവൂള് പറയുകയല്ല, സാവൂൾ രാജാവേ ഒരു വിജാതിയും വന്ന് കൊല്ലാതിരിക്കാനേ വേറെ സാവൂളിന്റെ കൂട്ടത്തിലുള്ളവരുടെ പിന്നെ സാവൂള് തന്നെ ഈ അല്ല നമ്മളങ്ങ് മരിച്ചു പോട്ടെ നമ്മൾ ചിന്തിക്കുമ്പോ അങ്ങനെ രോഗമൊക്കെ പിടിച്ച് എന്നെയും രോഗമൊക്കെ പിടിച്ച് ഞങ്ങളങ്ങ് തീർന്നു പോയാൽ പ്രശ്നം തീരുമില്ല. ഈ സഹനം അങ്ങനെ അല്ലെ ഇതുപോലെ അധ്വാനിക്കൊന്നും വേണ്ടല്ലോ. നമ്മളങ്ങ് തീർന്നു പോവാണ്, തീർന്നു പോട്ടെ അങ്ങനെ മനസ്സിൽ വരുവേ. മനസ്സിന്ന് പറഞ്ഞാൽ നമ്മുടെ അഗാധങ്ങളിൽ നമ്മൾ അങ്ങോട്ട് എല്ലാം കൂടെ ഡിമ്മായി ഇങ്ങനെ രോഗവും പിടിച്ചും ഇങ്ങനെ കിടക്കുമ്പോഴേ അങ്ങനെ വരും. എന്നാലും അത് ഇങ്ങനത്തെ കാര്യങ്ങൾ സമ്മതിക്കരുത് ഒരിക്കലും ആന്തരികതയില്. സമ്മതിച്ച് അതിനൊരു ഒപ്പിട്ട് കഴിഞ്ഞാൽ പിശാച ഈ നിരാശ കൊണ്ടിരുന്നേ നമ്മുടെ അല്ല പിന്നെ ഈശോ ഇത് നിവൃത്തികേടായിട്ടല്ല ഈശോ ഈ പിടാനവും സ്വീകരിക്കുന്നതേ. ഈശോ സ്വീകരിക്കുന്നതാണ് ഗെത്സമനയിലെ വലിയൊരു പ്രീഡത്തിന്റെ ഇതുകൂടെ ദൈവഹിതമായതുകൊണ്ട് സ്വീകരിക്കുന്നതാ. അങ്ങനെ നിവൃത്തികേടായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ യുവസുറ്റി കൊടുത്ത് എല്ലാവരും കൂടെ പിടിച്ചങ്ങ് അങ്ങനെ നിവൃത്തികേട് അങ്ങ് വന്നപ്പോഴത്തേനും എന്നാ ഇനി അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ ആട്ടെന്നല്ല ഈശോ വെക്കുന്നത്. ഭയങ്കര ബോധപൂർവം ഒരു പുഞ്ചിരിയോടുകൂടി ഇത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു കൊടുക്കുന്നതല്ലേ പിതാവിനെ. അതൊരു പുഞ്ചിരിയാ അവിടെ, അല്ലാതെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹവും. ഗെത്സമനിയിലും കുരിശിലും ഈശോ മഹാപീഡകൾ സഹിക്കുമ്പോൾ മഹാസന്തോഷത്തിലായിരുന്നു മനുഷ്യമക്കളെ രക്ഷിക്കുന്നതിന്റെ കുറ്റസേയും കാതർനസീനായും പറയുന്നുണ്ടെന്ന്. അവിടെ ചുമ്മാ ഡിമ്മല്ല, അവിടെ രണ്ടിടത്തും കാറ്റീസം പറയുന്നത് ഗെത്സമനിയിലും കുരിശ് മരിക്കുമ്പോൾ നമ്മളെ മനുഷ്യവർഗത്തെ എല്ലാവരും ഓർത്തെന്നാ പറയുന്നത്. അതൊരു വലിയ തേരമല്ലോ. ഓർത്ത് നോക്കി, കുരിശിൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളില് ഈശോ പീഡകളുടെ ഇതിനകത്തെ നിന്നപ്പോ നമ്മളെ ഓരോ മനുഷ്യനെ ഓർത്തു ദൈവം ഈശോ. ഓരോ 2 പ്രാവശ്യം അത് കാറ്റീസ് എടുത്ത് പറയുന്നുണ്ട്. ഗെത്സമനിയിലും അങ്ങനെ ഓർത്തു. കാറ്റീസിന്റെ പറയുന്നത് ഞാൻ എഴുതിയിട്ടിട്ടുണ്ടോ? അയ്യോ, അത് വായിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര അത് ഈ കാറ്റീസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സത്യത്തിന്റെ വലിയ പ്രകാശമേ. വചനത്തിൽ അങ്ങനെ ഉണ്ടേ. നമ്മൾ വായിച്ചു പോയിട്ട് ഈശോ ഇങ്ങനെ പൗലോസ്ലീഹ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല നമ്മളിങ്ങനെ ധ്യാനിച്ചെഴുതിയിട്ടായിരുന്നല്ലോ. പക്ഷെ അതിന് എനിക്കൊരു സ്ക്രിപ്റ്റ് ടെസ്റ്റ് ഇല്ലായിരുന്നു. ഈ ഓരോ ആടിനെ തെരഞ്ഞു പോകുന്നതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് എഴുതാന്. പക്ഷെ അല്ലാതെ പൗലോസ്ലീഹ പറയുന്ന വലിയ വചനമുണ്ട്. നമ്മൾ അറിയാമത് എനിക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ദൈവപുത്രന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് അവിടെ 2 പ്രാവശ്യം എനിക്ക് വേണ്ടി എഴുതുന്നുണ്ടേ പൗലോസ്ലീഹ. എല്ലാവർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മരിച്ച ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇനി ജീവിക്കുന്നതെന്ന് പറഞ്ഞോണ്ടേ പറയുന്നുണ്ട്. സിംഗുലർ വചനം ഓർക്കുന്നുണ്ടോ? നമ്പർ അത് എനിക്ക് ജീവിതം ക്രിസ്തു എന്ന് പറയുന്നത് അതല്ല, അവിടെയാ. അവിടെ എനിക്ക് വേണ്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി മരിച്ച, എല്ലാവർക്കും വേണ്ടി മരിച്ചെന്നല്ല, എനിക്ക് വേണ്ടി സഹിക്കുക, എനിക്ക് വേണ്ടി മരിച്ച ദൈവപുത്രന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയാം. 2 പ്രാവശ്യം എനിക്ക് വേണ്ടി എന്നാ പറയുന്നത്.
പറ്റുന്നത്. ആ സിംഗുലാരിറ്റിയിലേക്ക് വരാത്തത് ഭയങ്കര പ്രശ്നമാണ്. അതാ അത് ഭയങ്കര ഒരു നമുക്കൊരു ആപ്ലിക്കേഷനെ കിട്ടുന്നില്ല. അതൊക്കെ പിടി കിട്ടണേ തന്നെ നമ്മൾ വായിച്ചു ഒരിക്കലും പിടി കിട്ടില്ല. ഞാൻ ഇങ്ങനെ ഞാൻ എന്നുള്ള രീതിയിൽ പറയുന്നല്ലേ, ആ സെർച്ച് അതിനൊരു കോട്ട നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. കോട്ട എന്ന് പറഞ്ഞാൽ ഓരോ വാർഡിനെ പോയി ഒരു കോട്ട ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പോലീസിൽ ഇങ്ങനെ പറയുമ്പോഴേ അത് കിട്ടിപ്പിടിച്ച് നമുക്ക് അങ്ങനത്തെ ഇതേ അത് കാറ്റീസിലും അങ്ങനെ 2 പ്രാവശ്യം പറയുന്നുണ്ട് ഓർക്കുന്നു. ഓരോരുത്തരെയും ഓർത്തുന്നേ, ഓരോരുത്തര് വേഗനൊക്കെ ഈശോ ഓർത്തു 2 പ്രാവശ്യവും. കുരിശ് കിടന്ന് വീട് സഹിച്ചപ്പോഴും ഈ എത്ര ജനം പുറകോട്ടും ആദ്യം തൊട്ട് അവസാനം ഉണ്ടാകാനിരിക്കുന്ന മനുഷ്യനെ വരെയും ഓരോരുത്തരും ഓർത്തു. അത് ദൈവത്തിന്റെ ശക്തിക്ക് അത്രയും പവറാണ്. ഒരു വലിയ പീരീഡ് ഓഫ് ടൈം വേണ്ട അത് ഓർക്കാനേ. അല്ലെങ്കിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി ഇത് ഓർത്തിരിക്കാൻ. അത്രയും പേരെ ഒന്ന് ഓർത്തു വരാം. നമുക്ക് പ്രാർത്ഥനയിലേ ഈശോ ഓർക്കാം. നമുക്ക് ഈശോയ്ക്ക് നമ്മളെ ഓർക്കാൻ അത്രയും ഇത് പറ്റും. ആ സമയത്തിലേ കെയറോസിൽ കയറി ആയിരിക്കും അത് ഓർക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരും ചുമ്മാ അങ്ങ് ഓർക്കല്ലോ. ജോർജ് കുട്ടി ചുമ്മാ ഓർക്കല്ലോ. ജോർജ് കുട്ടിയെ ഓർക്കുമ്പം ഒരു സ്നേഹപൂർവ്വം ഞാനിപ്പോ പ്രാർത്ഥന ഓർക്കുകയാണെങ്കിൽ ചുമ്മാ ഒരു ജോർജ് കുട്ടി അല്ലല്ലോ ഓർക്കുന്നത്. ഒരു ജോർജ് കുട്ടിയെ കുറിച്ച് ഒരു സമ്മറി ഉണ്ട് എനിക്ക്, അല്ലേ? അല്ല വേറൊരാളെ നമ്മൾ അറിയത്തില്ലാത്ത ഒരാളെ നമ്മൾ ഓർക്കുന്നതും ജോർജ് കുട്ടിയെ വിവേകനും ഒക്കെ ഓർക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ ഓർക്കകത്ത് തന്നെ ഒത്തിരി സംഗ്രഹിച്ചാ നമ്മൾ ഓർക്കുന്നത്. അങ്ങനെ മറ്റേ ആ കള്ളൻ പറഞ്ഞെന്ന് പറഞ്ഞ പോലെ കള്ളനെ അല്ലേ എന്നെ ഓർക്കണമെന്ന് ഈശോയോട് പറഞ്ഞപ്പോ വിശ്വാസ പ്രമാണം മുഴുവനും കൂടിയാണല്ലോ അത് പറയുന്നത്. ചുമ്മാ ഓർക്കണമെന്നുള്ളൊരു വാക്കല്ല അവിടെ കിടക്കുന്നത്. അതിനകത്ത് ഇത് മുഴുവന്റെയും കൂടെ ഒരു വാക്കാണ് അത് പുറത്തോട്ട് പറഞ്ഞതേ. അവസാന വാക്കുകളും അല്ലേ? അതെ അതെ, അങ്ങനെ കിടന്നേ പറയത്തുള്ളൂ. അത് അവിടെ കിടന്നേ പറയത്തുള്ളൂ. അങ്ങനെ പക്ഷെ അതിനകത്ത് അത്രയും ഉണ്ട്. ആദ്യം തന്നെ നമ്മളൊരു ബോധ മെസ്സേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉത്തരവാദിത്തപൂർവ്വമുള്ള ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ കിട്ടണം. അത് നമ്മളിലാകുന്നില്ല. അതെ, അപ്പൊ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ സമ്മതിക്കുമ്പോഴും ഇതിപ്പം അങ്ങനെയൊക്കെ പൊക്കോളും. നമ്മളായിട്ട് ഇത്രയും കഷ്ടപ്പെടണോ? അങ്ങനെയൊക്കെ അങ്ങനെ മടുപ്പും മടിയും നമ്മളെ കൊണ്ടുവരും. നമ്മുടെ ദുരാശകളും നമ്മുടെ ഇതും പാവം എല്ലാം കൂടെ കൂടി ഇത് കയറി കയറിയാണ് വരേണ്ടത്. ചില ദിവസം കൃത്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഹീലിന്റെ അവസ്ഥ വരുന്ന അറിയാവേ. പക്ഷെ അന്നേരവും പിന്നെ ഏതെങ്കിലും ചിന്ത വന്ന പിന്നെ നമ്മള് പിന്നെയും കടന്നു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അവസ്ഥ അറിയാം. പല പ്രാവശ്യം അത് പിന്നെ അങ്ങ് ഡിമിനിഷ് ചെയ്ത് പോവാ. അത് ഒരു ഭയങ്കര അവബോധം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വണ്ടിയെ പോകാന്ന് കൂട്ടിക്കും. വണ്ടിയെ പോവുകയാണെങ്കിൽ ചിലപ്പോ അങ്ങനെ ജോലിക്കൊക്കെ ഡ്രൈവ് ചെയ്യുന്നോണ്ട് അറിയായിരിക്കും, അല്ലെ ഒരു ബസ് ഓടിക്കുന്ന ഡ്രൈവറിന്ന് കൂട്ടിക്കൂ. ബാക്കി വണ്ടിയെ കയറുന്ന എല്ലാ യാത്രക്കാർക്കും കണ്ടക്ടർക്ക് സഹിതം ഇനി ബൈ ചാൻസ് ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ലെന്നുള്ള ഒരു ചിന്ത അവർക്കിടാം. പക്ഷെ ഡ്രൈവറിന് അങ്ങനെ ഒരു ചിന്ത ഇടാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഉറങ്ങിപ്പോയ പോട്ടെ, ചിലപ്പോൾ ഉറങ്ങിപ്പോയി അങ്ങനെ ഇത് പറ്റിയേക്കാം. പക്ഷെ എന്നാലും ഇത്രയും വണ്ടികൾ ഓടുന്നില്ലേ, അതിന്റെ ഒരു ഇതല്ലേ ഉള്ളൂ. പക്ഷെ അവരുടെ അത് ജോർജ് കുട്ടിയുടെ തീരുമാനത്തിൽ നല്ലപോലെ സ്കാൻ ചെയ്ത് നോക്കിക്കോ. അങ്ങനെ ഉറങ്ങി നമ്മുടെ ഉള്ളിൽ നമ്മളൊരു ചോയ്സ് ഇടുന്നില്ല. ഒരു ഉറങ്ങി അങ്ങ് പോയാൽ കുഴപ്പമില്ല എന്നുള്ള, കാരണം നമ്മളോട് മരിക്കില്ല, എല്ലാ വലിയ അപകടം വരുക. അതുകൊണ്ട് നമ്മൾക്ക് അവബോധം ഇല്ലെങ്കിലും നമ്മ മഹാബോധത്തില് നമ്മളിത് ഉറങ്ങിയേല. ബാക്കി എല്ലാവരും അങ്ങനെയല്ല, ബാക്കി എല്ലാവരും പാസീവാ. വണ്ടി കയറുന്നവരെ കണ്ടക്ടർക്ക് സഹിതം പാസീവാകാം. ഇനി ഉറങ്ങിപ്പോയാലും പ്രശ്നമില്ല, ഉണർന്നിരിക്കേണ്ടതായിരിക്കും. എങ്കിൽ പോയാലും ഈ അപകടം എന്നുള്ള മഹാമേഖല വരുന്നില്ലോ, പുള്ളി ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഏതാനും ദിവസമേ നമ്മൾ ഈ ഡ്രൈവറിന്റെ ഒരു ആന്തരിക അവസ്ഥ സൂക്ഷിക്കുന്നവള് കാണത്തുള്ളേ. ബാക്കി എല്ലാപ്പോഴും യാത്രക്കാരുടെ ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ഉള്ളിലിടുന്നത്. അങ്ങനെ നമ്മുടെ ഈ അന്യതയെ സംബന്ധിച്ച് ആ പറഞ്ഞു വിടുമ്പോ നമ്മുടെ ഉള്ളിലെ മെസ്സേജ് എന്ന് പറഞ്ഞാല് പാസീവ് ആയാലും കുഴപ്പമില്ല. നമ്മൾ ആ ഡ്രൈവർ എന്നുള്ള ആ സ്ട്രോങ് അവസ്ഥ കിടപ്പുണ്ടല്ലോ നമുക്ക് അവബോധം ഓടിക്കുമ്പോ. ആ അവബോധം എപ്പോഴും നിലനിൽക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ പിന്നെ ഇത് ഒരു യാത്രക്കാരന്റെ അവസ്ഥയിലേക്ക് നമ്മുടെ അവസ്ഥ അങ്ങ് ഇടും. പിന്നെ താഴ്ത്തി വെക്കും നമ്മുടെ ആന്തരിക അവസ്ഥ.
അത് നല്ലപോലെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സാമ്പിളാണ് അത് നല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ ആകുലതയുടെ നമ്മുടെ വീങ് ആണ് ശരിയായിട്ട് കിടക്കേണ്ടത്. വീങ് ശരിയായിട്ട് കിടക്കാൻ ഞാൻ ഉറങ്ങി ശരിയാകിയാലെന്നുള്ളത് തന്നെ അത് മരണം പോലെ തന്നെ അല്ല ഒരു വലിയ അപകടം പോലെ തന്നെ അത്ര ഒരു പല റിസൾട്ട് ഉണ്ട് അതിനെന്നേ. അത് നമ്മൾ എടുക്കുന്നില്ല, നമുക്കറിയാമെങ്കിലും നമ്മൾ ആ ഒരു സീരിയസ്നെസ്സോ നമുക്കങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ഈ ഡ്യൂട്ടിഫുൾനെസ് എന്നുള്ള അല്ല നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. കൊറോണ ഇനിയിപ്പോ അത്ര കുറെ നാളുകൾക്ക് ശേഷമോ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ വരുള്ളൂ അല്ലെ ഞാൻ വരുള്ളൂ എന്നൊക്കെ ഓർത്തേ ധോണിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടേ ആ സമയത്തെ ആ ഉത്തരവാദിത്തത്തിന്റെ അല്ലെ ആത്മരക്ഷയുടെ ഉത്തരവാദിത്തത്തിന്റെ അല്ലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ ഉത്തരവാദിത്തത്തെ അങ്ങോട്ട് ഇത് ചെയ്യാവേ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഒരു യാത്രക്കാരനായിട്ട് അങ്ങേ ആയിപ്പോവും. അപ്പൊ അവിടെ എല്ലാം നമ്മുടെ ഉള്ളിലെ മെസ്സേജ് നമ്മൾ പാസീവായ വ്യക്തിയായി കഴിഞ്ഞവിടെ നമ്മുടെ ആ ഡ്യൂട്ടിഫുൾനെസ് നമുക്ക് നഷ്ടപ്പെട്ടു ആന്തരികതയിലെ നമ്മുടെ ഈ സാധാ അസ്തിത്വം തന്നെ ആ ദൗത്യമായിട്ട് അത്രമായിട്ട് ഒന്നായിട്ട് കിടക്കണം. അത് നമുക്ക് തന്നെ മനസ്സിലാകണം നമുക്ക് ഉഴപ്പാൻ പറ്റത്തില്ല. അതിന് നമ്മുടെ തന്നെ ഉള്ളില് ഒരു ധ്യാനവും നമുക്ക് കൊണ്ടുവരാൻ അവകാശമില്ല. അത് ശരിക്കും വചനപ്രകാരവും അങ്ങനെയുള്ളതല്ല അല്ലേ? അല്ല, അങ്ങനെ ചിന്തിക്കാൻ ഈ കനോട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ പെടുന്ന കാര്യങ്ങളിലൊന്നായിരിക്കും അല്ലേ ബ്രദറെ? പിന്നെ ഇതല്ലാതെയല്ലോ കനോട്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും അല്ലേ. ഉപേക്ഷയാലുള്ള സമയം ഇതെല്ലാം കിടക്കുന്നതേ നമ്മളങ്ങനെ ഓർത്തിട്ട് പോലുമില്ല. ഞാൻ ഇന്നാണ് ഓർത്ത് ഇത് ഇങ്ങനെ പാവമാകാനുള്ള വകുപ്പുകൾ വല്ലതുമുണ്ടോ? അയ്യോ, മഹാപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിഭയങ്കരമായ നന്മകൾ മുഴുവൻ വെട്ടിക്കൊല്ലുന്ന പോലെയല്ലേ അല്ലേ? ഗ്രോത്ത് ആണല്ലോ ഇവിടെ ഇത് ചെയ്യുന്നതേ. അല്ല നമ്മളൊക്കെ ഇത് നഷ്ടപ്പെടുന്ന നമുക്കും സമൂഹത്തിനുമാണല്ലോ. ഒന്ന് നമ്മുടെ ഫ്രീഡത്തെ നമ്മുടെ മാത്രം ഫ്രീഡമായിട്ട് എടുക്കുന്നതിന്റെ പ്രശ്നമൊക്കെ അല്ലേ ഇവിടെ കിടക്കുന്നതേ. ആരെക്കുറിച്ചുള്ള ചിന്തയിൽ എല്ലാം അതെ അതെ, സഭയെ കുറിച്ചുള്ള ചിന്ത, മഹാജൂബിലിയെ കുറിച്ചുള്ള ചിന്ത, അങ്ങനെ നമ്മുടെ മെയിൻ വർക്കിനെ കുറിച്ചുള്ള ചിന്ത, അതൊക്കെ നമ്മൾ ഇമ്മ എഴുതിയ ഒരു വർക്ക് ഇങ്ങനെ മനസ്സിൽ ബോധ്യപ്പെട്ട് അതൊക്കെ പൂർത്തിയാക്കാനല്ലോ. അതിന്റെ രക്ഷാകരമായിട്ടും വചനമായിട്ടും അല്ലേ നമ്മൾ പണ്ടേ കത്തിച്ചെറിഞ്ഞിട്ട് മീൻ കൂട്ടിയല്ലേ. അങ്ങനെ ഓർമ്മത്തിലായിരിക്കാന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല ഒരു വർക്കേ. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അതില് ആകുക, എല്ലാ ദിവസവും ഒരു ഇപ്പൊ ഞാൻ പറയുമ്പോഴും അല്ല ഈ വർക്ക് തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. കാരണം നാളെ പരീക്ഷ ഉള്ള ഒരവസ്ഥ വിവേകിന് കുറച്ചെങ്കിലും അറിയാമല്ലോ. അപ്പൊ നമുക്ക് ഇല്ലാത്ത ഒരു ഫ്രീഡം ഉണ്ടല്ലോ. ഫ്രീഡം ഇല്ല, ഫ്രീഡം ഇല്ല, പോലും ഫ്രീഡം ഇല്ലല്ലോ. കഴിഞ്ഞിട്ട് പരീക്ഷ എന്ന് പറഞ്ഞാൽ അതെ അതെ അതെ, പിന്നെ മുഴുവൻ പോയി. അത് ഇതുവരെയും പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലായില്ല. അതും നമുക്ക് അനുഭവം വന്നാലും മനസ്സിലാവുള്ളൂ. പരീക്ഷയുടെ ഇപ്പൊ ഈ പറയുന്ന പോലും ഒരു ഒരു എക്സാമ്പിളിലല്ലേ നമ്മൾ പറയുന്നേ. അതെ 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 അതെ. അത് പിന്നെ എങ്ങനെയായാലും കലാശിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാകാവേ എക്സാമ്പിൾ. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ദൈവത്തിന്റെ ചില ദൗത്യങ്ങളെ അത് ഭയങ്കര നിത്യജീവനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ. അങ്ങനെ ബാധിപ്പിക്കുന്നില്ലല്ലോ. ബോധ്യത്തിൽ നമ്മുടെ സത്തയാകണം അത്. സത്തയാകണം. കാരണം ആ സമയത്ത് വേറൊരു ചിന്തയും വരുന്നില്ല. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് കയറാൻ പോകണമെങ്കിൽ ആ സമയത്ത് അത് മാത്രമല്ലേ ഉള്ളൂ. കുടുംബത്തിനായി ഒന്നും ചിന്തിക്കാൻ പോകുന്നത് അതിൽ നിന്ന് കയറിപ്പെടാനുള്ളത് മാത്രമല്ലേ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന എല്ലാം ചിലപ്പോ എല്ലാം ഒരു സൈഡ് ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ചെയ്ത് എന്തെങ്കിലും ആ സാധനം കാര്യത്തിലേക്ക് പോവാന്നുള്ളതാണല്ലോ അല്ലേ. പക്ഷെ ആ മറ്റും അത് വീങ്ങി നമുക്കൊരു വലിയ ബോധ്യമായിട്ട് കിടന്നാല് ആണ് കിടക്കേണ്ടതേ. അതെപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ചുമ്മാ കിടന്ന് പ്രവർത്തിക്കുന്നതല്ല. അത് മർസായെ പോലെ ഈശോയ്ക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കി അങ്ങനത്തെ ഒരു പ്രവൃത്തി അല്ലല്ലോ ഈശോ വിളിച്ചിരിക്കുന്നത്. മറിയത്തെ പോലെ ഉള്ള ഒരു ഇതാണ് അതെ. പക്ഷെ അത് ഈ കണ്ടംപ്ലേഷനെ കുറിച്ചാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും അധ്വാനമുള്ള പ്രവൃത്തി എന്ന് പറയുന്നേ, കണ്ടംപ്ലേഷനെ. ഇപ്പം അതിന് സാധാരണ കായിക അധ്വാനങ്ങളെക്കാളൊക്കെ അതിന്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. എന്തേലും ഇരട്ടി വേണമെന്നറിയോ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. കാരണം മുഴുവൻ ഫാക്കൽറ്റികളും അതിനകത്ത്
പ്രവർത്തിക്കണം ആ ഒരു ഇതിലേ. അല്ലാത്തതിനൊന്നും ഇപ്പം നമുക്ക് പറഞ്ഞു കൂടിയാന്ന് പറയാൻ ഭയങ്കര സുഖമോ, അത് ഇച്ചിരി വേർത്താലും മടുത്താലും മനസ്സല്ലല്ലോ സ്റ്റേ ഇത് ചെയ്യുന്നത്. ഇത് മൊത്തം നമ്മുടെ മുഴുവൻ പാർട്ടിസിപ്പേഷൻ. ഞാനിപ്പോ ഇവിടെ വന്നിങ്ങനെ ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് സന്ധ്യമണി അടിക്കുന്നതിനും വരെ ഈ കല്ലിട്ടടിക്കുന്നതിന്റെ എത്ര ഇരട്ടി ഇതാണെന്നറിയാം നമുക്ക് ഇത് ചെയ്യുമ്പോഴേ. അത് നല്ല നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. കുറെ കൂടെ നമ്മുടെ മനസ്സ് ഇത് ചെയ്തോണ്ടിരിക്കുകയല്ലേ, ഈ ഒരു നമുക്ക് ടെൻഷൻ ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഇത് ടെൻഷനാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ഈശോ പറയുന്ന, ഈശോയ്ക്ക് പോലും പറയുന്ന അങ്ങനെ ആയി. ആ മൗദീസ സ്വീകരിക്കുന്നതെന്ന് വരെ ഞാൻ സ്ട്രെസ്സഡാണെന്ന് പറയാനാണ്, ഞെരുക്കത്തിലാണ്, മഹാ ഞെരുക്കത്തിലാണ് പറയുന്നല്ലേ, ഞെരുക്കത്തിലാന്നാ പറയുന്നത് എന്ന് പറയുന്നുണ്ടല്ലേ. പിന്നെ അത് മോളം ഞാൻ ഞെരുക്കത്തിലാന്നാ പറയുന്നത്. അതിപ്പോ ഈശോ പറയുന്ന വാക്ക് ഈ മലയാള ഭാഷയിലുള്ള വാക്കിടണമല്ലേ എടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. അതിന്റെ അവസ്ഥയ്ക്കൊത്ത വാക്ക് പുള്ളി കാണത്തില്ലേ, അങ്ങനെയുണ്ടേ. അത് ഇത് വചനത്തിലെല്ലാം മനസ്സിലാക്കുമ്പോ അങ്ങനെ കൂടെ വെച്ചോണം. ഇപ്പൊ ഈ വചനമാണെ പോലും റെവലേഷന് പോലും ഈ ഇത് കുട്ടിന്റെ പരിമിതി ഉണ്ടേ. ആ മനുഷ്യ ഭാഷയുടെ ഇതുണ്ടല്ലോ, അത് നമുക്ക് അത് വെച്ചല്ലേ പറയത്തുള്ളൂ. റെവലേഷന് പോലും ആ പരിമിതിയില്ല. കാരണം ഈശോ ഇപ്പം പറയുന്നേ ഇതാ ഇവിടെ സോളമനേക്കാളും വലിയവൻ എന്ന് പറയുമ്പോ സോളമനെ കുറിച്ച് ഇസ്രായേൽ ജനത്തിന് ഒരു അറിവുണ്ട്, ആ ജ്ഞാനവും വലും ഇതും. അപ്പൊ ആ സോളമനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതാ സോളമനേക്കാളും ഗ്രേറ്റർ എന്ന് പറയുന്ന ഈശോ എന്ന് പറയുന്ന ഇച്ചിരി ഗ്രേറ്റർ അല്ല അത്. സോളമനുമായിട്ട് കമ്പയർ ചെയ്താൽ 1000 കോടി ഇരട്ടി, 1000 കോടി ഇരട്ടി പറയാൻ പറ്റത്തില്ലല്ലോ. അത്രയും വലിയ ഈശോ. അപ്പൊ നമുക്ക് അവിടുത്തെ ജനത്തോട് ഇത് പറഞ്ഞാല് പിടികിട്ടത്തില്ലല്ലോ. ജോനയേക്കാളും വലിയവനാ ഞാന്, ദേവാലയത്തെക്കാളും വലിയവനാ ഇവിടെ ഇതാന്ന് പറയുമ്പോ നമുക്ക് തന്നെ പിടികിട്ടാനാ. അപ്പൊ അങ്ങനെ സുവിശേഷം മനസ്സിലാക്കുന്നതിലും അങ്ങനെ ഒരു ഇതുണ്ടേ. ഇപ്പം അവര് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഈശോയുടെ ഈ ഇതിനെ കുറിച്ച് പറയുന്നത്, ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ ഈശോയുടെ മുഖം സൂര്യനെ പോലെ എല്ലാ ഫുൾ സ്ട്രെങ്തില് പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഈശോയുടെ മുഖം പ്രകാശിച്ചെന്ന് എഴുതിയിരിക്കുന്നു. സൂര്യനെ പോലെ നമുക്ക് ആ സൂര്യന്റെ പ്രകാശം നമുക്ക് ഊഹിക്കാനൊന്നും ഇപ്പം പറ്റത്തില്ല. പുട്ടൻജേഷിയും തന്നെ പറയുന്നത് സൂര്യന്റെ പ്രകാശത്തിന്റെയും ചൂടിന്റെയും 200 കോടിയിലൊരംശം, 200-ലല്ല 200 കോടിയിലൊരംശമേ ഭൂമി വരുന്നുള്ളെന്നാ പറയുന്നത്. അത് സൂര്യന്റെ. അപ്പൊ നമുക്കൊരു പിടി കിട്ടിയല്ലോ. അപ്പൊ സൂര്യനെ പോലെ എന്ന് പോലും ബൈബിള് പറയുമ്പോൾ ഈശോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കണ്ണുകളെ കുറിച്ച് പഴയ നിമിത്തി പറഞ്ഞത് സൂര്യന്റെ പ്രകാശത്തിന്റെ 10,000 മടങ്ങ് പ്രകാശം എന്നാണ്. 10,000 ആണ്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ സൂര്യനെ പോലെ പ്രകാശിച്ചെന്ന് പറയുമ്പോൾ പോലും ആ ദൈവത്തിന്റെ കണ്ണേ അല്ലെ ആ ദൈവത്തിന്റെ മുഖം അത് അങ്ങനെയാ. അത് 10,000 ശക്തി കൂടുതലാണ്. അത് ഉപമയെ കമ്പാരിറ്റീവ്ലി പറയുന്നല്ലേ, അത് ഉപമയെ കുഞ്ഞുമാണ്. അന്നേരം നമുക്ക് വല്ലതും പിടി കിട്ടുമോ? അപ്പൊ നമുക്ക് ഈ സ്ക്രിപ്ചറിൽ പോലും ഈ റെവലേഷൻ പോലും നമ്മുടെ പരിധിയിലും നമ്മൾ ഉപയോഗിച്ച ഭാഷാ പരിധിയിലും അല്ല, ദൈവത്തിന് പോലും റെവലേഷൻ നൽകാൻ ഉള്ള ഭാഷാ പരിധിയിലും അല്ലേ. വാക്കുകളില്ല അതിന് പറയാൻ. എല്ലാ ഒത്തിരി കാര്യങ്ങളും അവാച്യമാണ്. അതിനെല്ലാം നമ്മുടെ ആത്മാവിനെ ഉയർത്തി വേണം നമ്മൾ അത് മനസ്സിലാക്കാനല്ലേ. നമുക്കത് ഗ്രഹിച്ചു വരാൻ പോലും അങ്ങനെ വേണം. ഇങ്ങനെ അല്ലല്ലോ എന്ന് അത് ഗ്രഹിക്കാനും പറ്റുമെന്ന് അറിയത്തില്ല. ഇൻകൺസീവബിൾ ആയിരിക്കും നമുക്ക് അങ്ങനെ. അതിപ്പം പൗലോസ്ലീഹായോട് ചോദിച്ചപ്പോ അവിടെ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടപ്പോ ഇങ്ങോട്ട് കേട്ടത് എന്നാന്ന് പറയാമെന്ന് ചോദിച്ചാൽ പൗലോസിന് പറയത്തില്ല. കാരണം പൗലോസ് പറഞ്ഞത് അവാച്യമാണെന്നാ പറഞ്ഞു. വാച്യമല്ല അത്. അവാച്യം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റിയേക്കുന്നുണ്ടോ? എന്നാ പറയും? അങ്ങനെ പ്രശ്നമുണ്ട്. അതൊക്കെ ബ്രദറെ ബീങ്ങിലോട്ട് വരുന്നത് പറഞ്ഞ് ഈ നമ്മളിതെല്ലാം കൂടി പെട്ടെന്ന് വരുന്നതല്ല അത്. നമ്മളിങ്ങനെ കേട്ടും പറഞ്ഞും വായിച്ചും സമർപ്പണം കൊടുത്തും ഒക്കെ നമ്മള് എല്ലാം കൂടി ഇങ്ങനെ വളർന്നു വരുന്ന ഒരു അവസ്ഥയാതെ. ഒറ്റ അവസ്ഥ നമുക്ക് തീരുമാനത്തെ നടത്തുന്ന കാര്യമല്ല അത്. ദൈവം വളർത്തിക്കൊള്ളു. അല്ല, നമ്മുടെ വീങ്ങിൽ ഈ വലിയൊരു ഞാൻ ഉദാഹരണം പറഞ്ഞ ഡ്രൈവർ അപബോധം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടല്ലോ.
അത് നമുക്ക് പിടികിട്ടാത്ത ഒരു അവസ്ഥയാണ്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും നമുക്ക് അത് പിടികിട്ടില്ലല്ലോ. അത് ഭയങ്കര ഒരു അവസ്ഥ, അത് ഭയങ്കര ബോധ്യത്തിന്റെ, ഒരു സമർപ്പണത്തിന്റെ, ഡ്യൂട്ടിഫുൾനെസിന്റെ, അത് വീങ്ങി നമ്മളെങ്ങനെ ആകുന്നതാ അത്. അതെ, പക്ഷെ നമ്മൾ അതിന് വില കൊടുക്കണം. നമുക്കായിട്ട് കൊടുക്കേണ്ട ഒരെണ്ണം ഉണ്ട്. അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഒരെണ്ണത്തിന് ഒരു പരിക്ക് പറ്റിച്ചാല് ചിലതിനൊക്കെ പെർഫെക്ഷൻ ഉണ്ട്. ഒരിടത്ത് നമ്മളിപ്പോ അയപ്പെട്ടു. ഞാൻ എന്റെ സെമിനാരി ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി എക്സാമ്പിൾ പറയാനായിരിക്കും ദൈവം എന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചത്. 8 വർഷത്തെ ഞാൻ ഒരിക്കൽ പോലും മെഡിറ്റേഷൻ ടൈമില് ഒരിക്കൽ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്റെ ഒരു ബോധത്തില് ഞാൻ ഉറങ്ങിയതായിട്ട് ഞാൻ ഒരിക്കലും ഓർക്കുന്നില്ല. ഉറങ്ങാതിരിക്കാൻ എനിക്ക് എന്നും മനഃപൂർവ്വമായിട്ടുള്ള ഒരു മനഃപൂർവ്വ ശ്രമം ഉണ്ടായിരുന്നു. ഉറങ്ങാന് എനിക്ക് ബാക്കി എല്ലാവരേക്കാളും ന്യായമായിട്ട് ഉറങ്ങാൻ ദിവസങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ സക്രിസ്ത്യനായിരുന്നല്ലോ. പള്ളിയിലെ എന്റെ എല്ലാ വർഷത്തെയും തന്നെ ഏതാണ്ട് 1 വർഷം 1.5 വർഷം ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും സെമിനാരി ജീവിതത്തിന് ഞാൻ ഈ പള്ളിയുടെ ഇൻചാർജ്, പള്ളിയിലെ പള്ളി ഒരുക്കുക, അങ്ങനെ കുർബാന, അത് വലിയ അവിടുത്തെ സെമിനാരിലെ ഒന്നാമത്തെ ഒരു ഇതാണ്, അതെ ഒരു ശുശ്രൂഷയത്. അപ്പൊ അതിന്റെ ഇതായതുകൊണ്ട് വലിയ ഫീസ്റ്റൊക്കെ വരുമ്പം അവിടെ ഭയങ്കരമായിട്ട് ചിലപ്പം 2-3 മണി വരെയൊക്കെ നമ്മള് പള്ളി മെത്രാന്മാരും കർദിനാളന്മാരും ഒക്കെ വരുന്നല്ലേ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ആള് ഈ ഇത് ചെയ്യുന്ന ആളാണോ? സാകൃഷ്ണനാണ് ചെയ്യേണ്ടത്. ഏറ്റവും എല്ലാം കഴിയുന്നിടം വരെ സാകൃഷ്യം വേണം അവിടെ. അപ്പൊ അന്നേരം ചെയ്യുന്ന നമ്മളാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ മെഡിറ്റേഷൻ നമ്മൾ പോയിരിക്കുമ്പോൾ ഉറക്കം അതുപോലെ ഇതാ. പക്ഷെ എന്റെ മനസ്സില് ഈ ഒരു പ്രാവശ്യം ഉറങ്ങിയാൽ പിന്നെ അതിന്റെ ഒരു എക്സ്ക്യൂസില് ഞാൻ ഇത് എക്സാമ്പിൾ എക്സ്ക്യൂസ് ആയാൽ നമ്മളെ ആ ഫുള്ളായിട്ട് പോകുന്നതിന് മുഴുവൻ തീർക്കുവാണേ. ഒരു എക്സെപ്ഷൻ ഇട്ടാൽ നമ്മൾ ഇനി എക്സെപ്ഷൻ ഇടിയാലെന്നുള്ള നമ്മുടെ എത്ര നേടാമത് അതിന്റെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞില്ലേ. എത്രയും നീളം മാതാവെ അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്നാ മാതാവിനോട് പറയുന്നത്. ഇതാ വേറെ ഒരുത്തം വന്നിരിക്കുന്നു. മാതാവിനോട് നമ്മൾ അങ്ങനെയാ പറയുന്നത്. ഇതാ വേറെ ഒരുത്തം വന്നിരിക്കുന്നു, അവനെ ഉപേക്ഷിച്ചാല് ഈ പ്രാർത്ഥന മുഴുവൻ പോകുമല്ലേ. പിന്നെ എത്ര തവണ അത് ഇല്ല, ഒരുത്തിനെ ഉപേക്ഷിച്ചാൽ തീർന്നില്ലേ. മാതാവിന് നമ്മൾ ചെല്ലുമ്പോൾ നല്ലൊരു ശ്രദ്ധിച്ചു, അങ്ങനെയാ പറയുന്നത്. പിന്നെ നമ്മൾ കണ്ണീർ ചിന്തി അമ്മയുടെ മധ്യസ്ഥം തേടി നമ്മൾ ഇതാ വന്നിരിക്കുന്നു, നമ്മളെ ഉപേക്ഷിക്കരുതേ. അപ്പൊ അതിനകത്ത് വേറെ പ്രാർത്ഥനയൊന്നുമില്ല. മാതാവിനോട് പറയാണ് ഇതുവരെ കേട്ടിട്ടില്ല, ലോകത്തിൽ കേട്ട ചരിത്രമില്ല. ഇതാ ഞാനും വന്നിരിക്കുന്നു, ആ വിശ്വാസത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മയുടെ അടുത്ത് വന്നതിന് ഒരുത്തരെ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മൾ ഒരാളെ ഉപേക്ഷിച്ച എത്ര നേടാതെ എന്റെ പ്രാർത്ഥന തീർന്നില്ല. പിന്നെ അതിന്റെ ആശയത്തിൽ തീർന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരാള് പോയാൽ ഒരു എക്സെപ്ഷൻ ഇട്ടാല് ഈ നമ്പർ ഒരു എക്സെപ്ഷൻ ഇട്ടാലോ അന്നേരം പിന്നെ എത്ര ഇതിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കാര്യത്തില് നമ്മൾ പുരോഗമിച്ചു പോകുന്നതിന്റെ അതുപോലെ നിസ്സഹായ സാഹചര്യങ്ങളെ അല്ല, അതുപോലെ നമുക്ക് മനസ്സില്ല ദൈവം. അങ്ങനെ ഒരു എക്സെപ്ഷൻ ഇട്ടാല് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ അത്രയും നാള് വന്ന ആ വില നമുക്ക് പോകും. അങ്ങനെ മൊത്തം വില പോകുന്നു ഞാൻ പറയുന്നില്ല, പക്ഷെ പോകും. പക്ഷെ ഭയങ്കര ഒരു നാണിക്കൽ ഊരി കളയുന്ന അല്ല. ഈ നമ്മളെ പറഞ്ഞ മൊബൈലിൽ ഒരു നമ്പർ പോയാൽ തീർന്നില്ലേ, താനും കിട്ടത്തില്ല. അതാ ഈ ഒന്നിനൊക്കെ ഈശോ ഇട്ടിങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ 10 നാണയം ഉണ്ടായ 1 നഷ്ടപ്പെട്ടാലുണ്ടാകുന്നതിന്റെ ഇത് വരുന്നതേ. 10 ഉണ്ടായിരിക്കുമ്പോഴത്തെ അവസ്ഥ ഇല്ല പിന്നെ ആ പുള്ളേ. അതിങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു സംഭവം അല്ല കേട്ടോ. അത് ഈ നമ്മുടെ എല്ലാം കൂടെ ഇങ്ങനെ എന്നതാ റബ്ബർ ബാൻഡൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കി ചെയ്യുന്ന ഒരെണ്ണം അല്ലത്. ഇത് ഭയങ്കര അതാ ഞാൻ പറഞ്ഞത്, അതൊരു ബോധ്യത്തിൽ ചെയ്യുന്ന, അതൊരു ഫ്രീഡത്തിൽ ഒരു വീങ്ങിലായി വരുന്ന. അതിന് നമ്മുടെ ധ്യാനം കൊണ്ട് നമ്മൾ അയവ് കൊടുക്കരുത്. അങ്ങനെ ധ്യാനത്തിൽ അതിന്റെ എല്ലാം ആത്മവഞ്ചന ധ്യാനം നടത്തരുത്. ധ്യാനത്തിലാണ് ആത്മവഞ്ചന ധ്യാനത്തിലാണ് അങ്ങനെയാക്കുന്നത്. മനസ്സിലല്ലേ ഇത് മുഴുവൻ സംഭവിക്കുന്നത്. ശരിക്കും ഈ ഡിസിഷൻ എടുക്കുന്നതും നമ്മളൊരു പാവം ചെയ്യുന്ന ജഡിക പാവം പോലും ഓർത്തു പോകും. നമ്മൾ ഈ പാവം ചെയ്യുവല്ല ചെയ്യുന്നത്, മനസ്സിലെ ഇതിന്റെ ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് അത് പിന്നെ ഇത് നമ്മുടെ ശരീര അവയവങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ ഓരോ കാര്യങ്ങളും. അല്ലാതെ തീരുമാനവും ഇതിന്റെ പരിഗണനകളും എല്ലാം നടക്കുന്നത് മനസ്സിലാണ്. പ്ലാനിങ് കമ്മിറ്റി അതെല്ലാം അവിടെയാ. അതാ ദൈവം കാണുന്നതും.
നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങള് ദൈവം കാണുന്നിടത്ത് നമ്മൾ ഇങ്ങനെ അയവിട്ടാല് നമ്മള് അതൊരു പാസീവായിട്ട് പോലും നമ്മൾ അയവിടാം. നമുക്കിപ്പോ ഒരു മോശപ്പെട്ട കാര്യമൊന്നും കാണണ്ടെന്ന് നമ്മൾ തീരുമാനിച്ച് ഇങ്ങനെ പോവുക. എന്നാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ പോകുന്നിടത്ത് ബൈ ചാൻസേ നമ്മൾ അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ആ നമ്മോട് മുന്നോട്ട് പോകുന്ന ആ വിശുദ്ധിയുടെ ഒരു വലിയ ഒരു ഓർമ്മ ഉണ്ടല്ലോ, അതിന് പരിക്ക് പറ്റരുതേ എന്നുള്ള തീവ്ര ആഗ്രഹം നമ്മൾ നിലനിൽക്കുന്നില്ലെങ്കിൽ അതിന് ഇച്ചിരി ഒരു നീക്കുണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലിട്ടാലേ അതിൽ ആഗ്രഹത്തിലിടുന്നേ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഇതാക്കി കളയും. അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് നമുക്കത് മനസ്സിലാവും ഓരോ കാര്യങ്ങളെ. ഈ ഒരു പ്രാവശ്യത്തെ എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ അതിന് മുന്നോട്ടുള്ളതിന് മുഴുവൻ തീർക്കുക, മുന്നോട്ടുള്ളതിനെ മുഴുവൻ. പിന്നെ ആ ലൂപ്പ് ഹോള് ഈ കോടതി കേസുകൾ നടക്കുന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈറസ് കയറുന്ന പോലെ. പിന്നെ ഒരു വൈറസ് ഇതിനകത്ത് കയറും, നമ്മൾ കാണത്തില്ലാത്തൊരു വൈറസ് കയറി പിന്നെ നമ്മളെ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ. അല്ലാത്തപ്പോഴാണെങ്കിൽ ഒരു കുഞ്ഞ് ശതമാനം നമ്മുടെ ഒരു എഫേർട്ടിൽ നമുക്ക് കയറി പോകുന്ന കാര്യത്തെ ഇതുപോലത്തെ ഒരു കാര്യത്തെ നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നെന്നുള്ളത് 100 മാറും. പിറ്റേ ദിവസത്തെ സ്ട്രെങ്ത്, ഒപ്പോസിംഗ് സ്ട്രെങ്ത്. മൾട്ടിപ്ലിക്കേഷൻ, മഹാമൾട്ടിപ്ലിക്കേഷൻ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും, എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ. അതെ 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 അതെ. നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പിശാചിന് അല്ലെന്ന് പറഞ്ഞ സ്പിരിച്വൽ, അത് സ്പിരിറ്റാണ്. സ്പിരിറ്റിനെ നമുക്ക് ഒരിക്കലും ചവിട്ടി തകർക്കത്തില്ല ഫോഴ്സ് കൊണ്ട്. അത് മുഴുവൻ ധ്യാനം കൊണ്ടാണ് ഈശോയുടെ. അതാ ഈശോ ഈ 30 വർഷം അല്ലെങ്കിൽ 18 വർഷം ഈശോ ഒരുങ്ങിയത് ഈ തലയെ തകർക്കാനുള്ള ഒരുക്കുവാണ്. അത് ഏത് രീതിയിൽ സ്നേഹമായിരിക്കണം കേട്ടോ. ഇതിന്റെ എല്ലാ സെന്റർ ദൈവസ്നേഹമായിരിക്കണം, ഈശോയോടുള്ള സ്നേഹമായിരിക്കണം. ആ ഏത് രീതി വന്നാലും അതിനെ സ്നേഹം കൊണ്ട് നേരിടാനുള്ള ഒരു ശക്തിയെ. അത് 14 മാലാഖമാർക്ക് അത് പറ്റത്തില്ല. 12 വ്യൂഹയെ അത് അങ്ങനത്തെ കീഴടക്കല്ല അത്. എന്തോ അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയാ അവരും എല്ലാം കൂടെ വന്ന് ഈശോയെ രക്ഷിക്കുന്നല്ല. ഈശോയ്ക്ക് ഒറ്റ ശാസ്ത്രത്തെ ഇവരെ ഇത് ചെയ്യാനേ ഉള്ളൂ. അല്ല മാലാഖമാര് വേണ്ട, വ്യൂഹ മാലാഖമാര് വേണ്ട. അനിഹിലേറ്റ് ചെയ്യാവുന്നാണല്ലോ പറയുന്നേ വായിലേ. പക്ഷെ അതല്ല ഇവിടുത്തെ രക്ഷയെ. രക്ഷ എന്ന് പറഞ്ഞ ഈ സ്നേഹത്തിനെതിരായിട്ടുള്ള ഈ വലിയ ഈ തലയുടെ പ്രവൃത്തി ഉണ്ടല്ലോ, ഈ തലയുടെ തന്ത്രത്തെ നമുക്ക് ഇത് ചെയ്യണം. അതെ അതെ അതെ. അതാ ചിലർ ഈ ഓരോരുത്തർക്കിങ്ങനെ അത് ഓരോരുത്തരെ ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ ഓരോരുത്തരിങ്ങനെ വധിച്ചു കഴിയുമ്പോൾ അവരുടെ വക്താക്കള് പിന്നെ പറയും പ്രധാനപ്പെട്ട ആളെ വധിച്ചു. പക്ഷെ വധിച്ചു കഴിഞ്ഞതോടെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ല വധിക്കാൻ ശ്രമിച്ച വലിയ ആൾക്കാരുണ്ടല്ലോ, അവരോട് പറയുന്ന ഒരു വലിയ വർണ്ണമുണ്ട്, നിങ്ങൾക്ക് കൊല്ലാനല്ലേ പറ്റിയുള്ളൂ, തോപ്പിക്കാൻ പറ്റിയില്ലല്ലോ. അതിനാ സെന്റൻസ് എന്നറിയോ? അത് വധിച്ചവരുടെ മുഴുവൻ ഇടപാടും തീരുന്ന സെന്റൻസ്. അത് കൊല്ലാനല്ലേ പറ്റിയുള്ളൂ, തോപ്പിക്കാൻ പറ്റിയില്ലല്ലോ. അതാ. പക്ഷെ ഈശോ അങ്ങനെയല്ല ചെയ്യുന്നേ. ഈശോ ഇവിടെ തോപ്പിക്കുക ചെയ്യുന്നു. അല്ല നമ്മൾ ഒരെണ്ണത്തിനെ കൊന്നു കഴിയുമ്പോ ആ കൊല്ലിച്ചല്ലേ നടക്കുന്നുള്ളൂ, തോപ്പിര് നടക്കുന്നില്ലല്ലോ ഇവിടെ ഒരു അങ്ങനെ. അപ്പൊ പിശാചിനെ കൊന്നത് കൊണ്ട് കാര്യമില്ല, അവന്റെ ആശയങ്ങളെ തോപ്പിക്കല്ലേ ചെയ്യണ്ടേ. അങ്ങനെ ആൾക്കാരെ കൊന്നിട്ട് കാര്യമില്ല. ഈ സ്നേഹം നിലനിൽക്കേണ്ടതല്ലേ. അതിന്റെ ശത്രുക്കള് കൊല്ലുക അല്ലല്ലോ, അതിനെ തോപ്പിക്കല്ലേ ചെയ്യണ്ടേ. അങ്ങനെ ഈശോയുടെ രക്ഷ എന്ന് പറയുന്നത് പിശാചിനെ ഇല്ലായ്മ ചെയ്യുകയല്ലോ, അല്ല മനുഷ്യമക്കളെ സ്നേഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തെ പൂർണ്ണതപ്പെടുത്തല്ലേ വേണ്ടതേ. അതിനുള്ളതാണല്ലോ ഈശോ ചെയ്യേണ്ടത്. അതിന് പിശാചിനെ നശിപ്പിച്ചിട്ട് കാര്യമില്ല.
കാരണം അവിടെ സ്വർഗത്തിൽ അങ്ങനെയാണല്ലോ ഇതിന്റെ എല്ലാ സാഹചര്യത്തിൽ നിന്നല്ല വിശ്വാസം ഉണ്ടായത്. പിന്നെ സാധ്യത കിടക്കുമല്ലേ അന്നേരം പിന്നെ അങ്ങനെ ആയിടുന്നെങ്കിലേ. അതിനു വേണ്ടിയുള്ളതാണല്ലോ ഈശോ ചെയ്യേണ്ടത്. രക്ഷ, അതെ. അതാണല്ലോ രക്ഷയല്ലേ. അവരുടെ പാപം ക്ഷമിക്കല് മാത്രമല്ലല്ലോ, ഇതിൽ പാപം ചെയ്യരുതെന്നുള്ളൊരു കമാൻഡിലേക്കൂടെയാണ് ദൈവം ഈശോ എല്ലാവരെയും പറഞ്ഞു വിടുന്നത്. അന്നേരം ഒരാൾ ക്ഷമിച്ചത് കൊണ്ട് കാര്യമില്ല, മുന്നോട്ടുള്ളതാണല്ലോ വേണ്ടത്. അങ്ങനെ ഇപ്പം ഭക്ഷിക്കാനൊന്നും ഇല്ലാതെ ഒരു പാവപ്പെട്ട വീട്ടുകാര്, അവർക്ക് കടമുണ്ട്, ഒരു മുതലാളിക്ക് കൊടുക്കാനേ കടമുണ്ട്. അപ്പൊ അവര് പാവപ്പെട്ടവർ, അവർക്ക് ഭയങ്കരമായിട്ട് ഇനി ഇപ്പൊ മുന്നോട്ട് പോകാനായിട്ട് ജീവിതമാർഗങ്ങളൊന്നുമില്ല. അന്നേരം മുതലാളി പോയി പറയാ, ഞാൻ നിങ്ങളുടെ കടം ഇനി ആ പൈസ തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വല്ലതും ആയോ? ആ മുന്നോട്ടുള്ള ജീവിക്കണമെങ്കിൽ ജീവിക്കണ്ടേ, അതിനുള്ള ഇത് വേണ്ടേ? അല്ലാതെ ശ്രമിച്ചിട്ട് മാത്രം കാര്യമായില്ലല്ലോ. അങ്ങനെ ശ്രമിച്ചേക്കാളും മുന്നോട്ട് ജീവിക്കാനല്ലേ അവർക്ക് വേണ്ടത്. ഉദാഹരണം കേട്ടത്, കുഞ്ഞുദാഹരണങ്ങളായിരുന്നു പോരായിരിക്കും. എന്നാലും ഈശോ എല്ലായിടത്തും അങ്ങനെയാ പറഞ്ഞു, പാപം എവിടെയെല്ലാം മേലിൽ പാപം ചെയ്യുന്നുള്ള ഒരു കമാൻഡ് എപ്പോഴും പറയുന്നുണ്ടല്ലോ അല്ലേ, എല്ലായിടത്തും തന്നെ പറയുന്നുണ്ട്. ഏതാനും അടുത്ത് പറഞ്ഞാൽ എല്ലായിടത്തും പറയുന്നതിന്റെ ഒരു സൂചനയാണ്, എല്ലായിടത്തും പറയേണ്ട കാര്യമില്ലല്ലോ. ഏതാനും അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ, ഒരിടത്ത് പറഞ്ഞാൽ മതി, ഒരിടത്ത് പറഞ്ഞാൽ വചനമാണല്ലോ, ദൈവമല്ലേ പറയുന്നത്, എല്ലായിടത്തേക്കുള്ള ആപ്ലിക്കേഷൻ അതെ. ഈശോ പറയുന്നത് ദൈവമല്ലേ. അതുകൊണ്ടാണ് രക്ഷ അങ്ങനെ വലിയതായിട്ട് ധ്യാനിക്കണ്ടേ. നമ്മൾ ചെയ്തു പോയ പാപത്തിന്റെ മാത്രം ഓർമ്മ അല്ലതേ, അത് പാപം ചെയ്യാതിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായി തീർന്നേനെ എന്നതിലേക്കൂടെ ആക്കി എടുക്കണ്ടേ, അതിലേക്കും ആക്കണം, അത് അതിന്റെ പൂർണ്ണതയിലും ആക്കണ്ടേ. Eternal loving is eternal living. And eternal living is eternal loving. എല്ലായിടത്തും ഉണ്ട് കേട്ടോ ആ സെന്റൻസ്. അതിന്റെ ഒരു വേറെ വകഭേദത്തിൽ എത്ര ഇടത്തുണ്ടെന്നറിയോ, ക്രിറ്റിക്സിലും സരസുണ്യാളിലും. ഇപ്പൊ ഞാൻ പറഞ്ഞതേ എറ്റേണൽ ലവിങ്ങേ ഒന്നും അത് നമുക്ക് അങ്ങ് മനസ്സിലായി വരും അവസാനം. അത് ഈ സ്നേഹത്തിന്റെ ധ്യാനത്തില് പിന്നെ അതാന്ന് മനസ്സിലാവും. സ്നേഹ ജീവനെ, ജീവിതമേ. അത് നമ്മള് ബാക്കി ഈ ജീവിക്കുന്ന സമയത്തെ തന്നെ, ഉള്ള സമയത്തെ തന്നെ ഫലപ്രദമാക്കുന്നത് ഇതിന്റെ അകത്ത് ഭയങ്കര. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വിശ്രമിക്കണം. ഇപ്പം പെട്ടെന്ന് ദിവസത്തെ തീരുമാനത്തിൽ നമ്മൾ കാര്യങ്ങൾ എടുക്കാനല്ല തീരുമാനിക്കണം. ഇത് ധ്യാനത്തിലാക്കുക. നമ്മളെ നമ്മൾ അതിലെ അയവിടരുത്. നമ്മളെ ധ്യാനിച്ച് നെഗറ്റീവ് അയവിടുന്നതും ഇപ്പം അത്യാവശ്യമുള്ള നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയില് ഒരു അത്യാവശ്യ ശ്രമം വേണം. അതിനെ കളയുക. പക്ഷെ നമ്മൾ ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്ത് കഴിയുമ്പോ ഇതൊന്നും വരത്തില്ല.
കാരണം അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ ഭയങ്കര അത് അന്നേരം നമ്മൾ ജ്വലനം ഉണ്ടാവുകയെ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം ഉണ്ടാവുമ്പോൾ നമുക്ക് ഇപ്പം പറയുന്ന ക്ഷീണങ്ങളില്ല പിന്നെ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനത്തില് അങ്ങനെ ആ തീരുമാനത്തിന്റെ പോഴ്സിലല്ല ഇത് നമ്മൾ പോകേണ്ടത്. ഒരു സ്നേഹത്തിന്റെ പോഴ്സ് നമുക്ക് ഇവിടെ എല്ലാം വേണ്ടതേ, സഭയോടും ഈശോയോടും. അന്നേരം അത് നമ്മൾ ആഞ്ഞെടുത്ത് അങ്ങനെ അങ്ങോട്ട് കുറെ അന്നേരം നമുക്ക് ആ തീരുമാനം പൂർത്തിയാക്കുന്നതിന്റെ സാറ്റിസ്ഫാക്ഷനിലേക്ക് മാത്രം വരും നമ്മളെ. അങ്ങനെ ആകരുത് അത്. ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ പറയുന്നതെല്ലാം നമ്മൾ ഈ ഒരു ഡ്രൈവർ ആന്തരികത എന്ന് പറഞ്ഞാൽ ഡ്രൈവറിന് വിശ്രമം ഉണ്ടല്ലോ, പക്ഷെ ആ വണ്ടി ഓടിക്കുമ്പോ അങ്ങനെ ആ ഒരു മനസ്സിന്റെ ഒരെണ്ണം ഉണ്ടല്ലോ, അതിനകത്തുള്ള യാത്രക്കാരുടെ മനസ്സ് വേറെ ഒരെണ്ണം. അങ്ങനെ ധ്യാനിക്കാവുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ഒരു പോയിന്റ് മാത്രം എടുത്ത് അതിനെ ഇത് ചെയ്താല് നമ്മളൊരു ബാലൻസ് ചെയ്തുള്ള ഗ്രോത്ത് കിട്ടത്തില്ലേ. അങ്ങനെ അത് ഒരെണ്ണം കിടന്നോട്ടെ, അത് ദൂരത്തിൽ കിടന്നോട്ടെ. ഞാൻ പറഞ്ഞ അതല്ല, ഇതെല്ലാമാണ്. ഇതെല്ലാം കൂടി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലെയും ഒരു സമഗ്രതയില് സ്നേഹം ശക്തമായിട്ട് നിൽക്കത്തക്ക രീതിയിലേ നിൽക്കണം. അതൊരു ഗ്രോത്താ. പെട്ടെന്നല്ല അത് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ താമസിക്കാനും അല്ല അതിന്റെ അർത്ഥം. അങ്ങനെ സമയമെടുത്ത് ചെയ്യാനുള്ള ഒരെണ്ണത്തിനകത്തല്ല. അതിന് ഈശോ ഓരോന്നും നമുക്ക് വിത്തായിട്ട് നൽകിയത് വിത്ത് മുളച്ച് വളരണമല്ലോ. അങ്ങനെ ഒരെണ്ണവും കൂടെ വേണം നമുക്കേ. ചിലയിടത്ത് പെട്ടെന്ന് വിത്ത് ഫലം ചൂടുന്ന സംഭവങ്ങളും പറയുന്നുണ്ട്. എന്നാ പോലും വൈറസുകളൊക്കെ കയറാതെ ഒരു പ്രതിരോധ അവസ്ഥ നമുക്ക് വേണം എപ്പോഴും. അതാ നമുക്കൊരു നമ്മുടെ രോഗാവസ്ഥയെ കുറിച്ച് അതാണല്ലോ പറയുന്നത്, പ്രതിരോധ ശേഷി. അത് വൈറസ് കയറാതെ നോക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ഇതാണ്. അങ്ങനത്തെ ഓരോന്നേ സജഷൻസ് അത് കയറി നമ്മളെ ഭയങ്കര ഒരു സംഭവ ഒരു നിസ്സംഗത ലൈഫിലേക്ക്, തീഷ്ണതയില്ലായ്മയിലേക്ക് നമ്മളെ വിടുകയും. അതൊക്കെയാണ് നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾക്കൊരു അല്ല നമുക്ക് നല്ലൊരു തീഷ്ണത നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ തീഷ്ണത ഇപ്പം നമ്മൾ സംസാരിച്ചു പോകുന്ന നല്ലൊരു ഒരു തീഷ്ണതയുടെ ഒരു അവസ്ഥ, നല്ലൊരു ഒരു ഉത്സാഹത്തിന്റെയും ഉണർവിന്റെയും അത് പതുക്കെ പതുക്കെയല്ല നമ്മൾ ഇന്നിങ്ങനെ പോകുന്നത്. പക്ഷെ അത് പുറകോട്ട് പോകാതെയാണ് നമ്മൾ നോക്കേണ്ടത്. ആത്മീയത ഒരൊറ്റയടിക്ക് അങ്ങ് പോകുന്നതല്ല, മുന്നോട്ട് പോവുക, ഓരോ ദിവസവും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് നമുക്ക് പറ്റുന്ന, നമ്മളുടെ പറ്റിക്കൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് ഇങ്ങനെ പലപ്പോഴും അത് പിന്നെയും പുറകോട്ട് പോകുന്നു. അങ്ങനെ അതിനെ നമ്മൾ മാറ്റിയിട്ട് ഒരു മുന്നോട്ട് പോകുന്ന ഒരെണ്ണം, അടുത്ത ദിവസം ഒരു ഒരെണ്ണം കൂടെ ഇച്ചിരി കൊണ്ട് മുന്നോട്ടായിരിക്കണം നമ്മുടെ ലൈഫേ. അതാ ഒരു സ്ഥിരത ആത്മീയതയെ പറയുന്നത്. ഒരു എന്താ പറഞ്ഞ നിലനിൽപ്പ് ഭയങ്കര ഒരെണ്ണമാണ്. നമ്മൾ കാണിക്കുന്ന അമിതാവേശങ്ങളല്ല ഇത് ധ്യാനത്തില് നമ്മുടെ വീങ്ങിനെ മുഴുവൻ ഒരു സമഗ്രതയിലേക്ക്, ഇന്റഗ്രേറ്റിലേക്കുള്ള ഒരു കൊണ്ടുവരുവാണ്. നമ്മുടെ ബീങ്ങിൽ മൊത്തം നമ്മളിങ്ങനെ ഒരു ജ്വലനാവസ്ഥയിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ഒന്നിൽ മാത്രം ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു മേഖലയിൽ വിശ്വാസം എന്നാലും വേറെ മേഖലയിൽ കയറി ആക്രമിക്കുകയും നമ്മൾ ഏത് ഓർമ്മത്തിന് അത് നമ്മളെ ചിലപ്പോൾ പ്യൂരിറ്റിയുടെ ഒരു തലവായിരിക്കും. അവൻ അവിടെ എപ്പോഴും നമ്മളെ പിടിച്ചിടും. എന്നിട്ട് ബാക്കിയുള്ള മേഖലകൾ മുഴുവൻ നമ്മൾ ദുർബലരായിട്ട് നിൽക്കും. ഈ മേഖല കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും ആ മേഖല കറക്റ്റ് ചെയ്താണ് കിടക്കേണ്ടത്. പക്ഷെ ആ ഒരൊറ്റ മേഖലയിലെ അറ്റൻഡ് ആയിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി ചിലപ്പോൾ മാറും. ബാക്കിയെല്ലാം അവഗണിച്ചേ അന്നേരം ബാക്കി എല്ലാ മേഖലയും കയറി ഇവനാ ഭയങ്കരമായിട്ടേ അവിടെ കയറി ആക്രമിക്കാൻ പിന്നെ സൈന്യം വേണ്ട. കാരണം സൈന്യം മിക്കവാറും എല്ലാം ഇവിടെ ഈ പ്യൂരിറ്റിയുടെ മേഖല ആക്രമിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സന്നിഹിതമാവും. അപ്പുറത്തെ സൈന്യം അപ്പുറത്തില്ല. അപ്പൊ ഇവന് സൈന്യം ഇല്ലാതെ ആക്രമിക്കാൻ നമ്മൾ അറിയുമല്ലോ. അതുകൊണ്ടേ ഇപ്പൊ നമ്മളങ്ങനെ ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുകയും കണ്ണാണ് ആത്മാക്കട മോഷ്ടാവ് അന്തരിച്ച് കണ്ണാടിന്റെ വലിയൊരു കോട്ട. എല്ലാ മേഖലകളിലും അപ്ലൈ. അത് നമ്മുടെ ഉള്ളിലെ ആ വിശ്വസ്തതയും ജ്വലനത്തിനെയും ആ സമയത്ത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ബോധപ്പെട്ട സമയത്ത് നിർത്താത്തതിന്റെ പ്രശ്നമല്ലേ? ഞാനും ജോർജ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ. ഒത്തിരി കാര്യം ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിലാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ചിലപ്പോ അന്നേരം പെട്ടെന്ന് ഇത് ചെയ്ത് പോവുകയെ മനഃപൂർവ്വം ആയിരിക്കുകയല്ല.
പക്ഷെ നമ്മുടെ അതൊരു ഭയങ്കര ചോദ്യമാണ്. നമ്മളെ തന്നെ ഇത് ചെയ്യുന്ന ഒരു നമ്മൾ എഴുതിയിട്ടിരിക്കുന്നത് ഒത്തിരിയെ ദൈവത്തോട് നമ്മളോടും തന്നെ നമ്മൾ മനഃപൂർവ്വം അല്ല ചെയ്തെന്നുള്ളൊരു എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഇതുണ്ട് എപ്പോഴും. നമ്മള് തന്നെ നമ്മളെ നീതീകരിക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ ഇപ്പുറത്തെ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾ നന്മ ചെയ്തില്ലെന്നാണ്. അതിനുള്ള ഊര് നമുക്കുണ്ടേ. മനഃപൂർവ്വം ഇത് ചിലപ്പോൾ വലിയ മോശമായിരിക്കണമെന്നില്ല, പക്ഷെ ഈ ബെസ്റ്റ് ഉള്ളപ്പോ ഈ ഗുഡിലേക്ക് പോയതും ബെറ്ററിലേക്ക് പോയതും എന്തുകൊണ്ട് മനഃപൂർവ്വം അല്ലെന്നുള്ള രീതിയിൽ, കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ ഇടുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം, അതാ ഈ ഇതിന്റെ ഒരു ഇതേ നിലനിൽപ്പ് എന്ന് പറയുന്നത്, അല്ലെ ജാഗരൂകത എന്ന് പറയുന്നത് അവിടെയാ. പിന്നെ ഇതിനെ പറഞ്ഞതുപോലെ ഇത് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഈ പറഞ്ഞ പോലത്തെ ഒരു കുഴപ്പം കാണുന്നില്ല. ഒരു കുഴപ്പം കാണുന്നില്ല. നന്നായി ആലോചിക്കും നമ്മളിത് കണ്ടോണ്ടിരിക്കുമ്പോ. ഒരു കുഴപ്പം കാണുന്ന മാത്രമില്ലെന്നല്ല, ഇത് ഭയങ്കര ഇത് ആത്മീയ ഉത്കർഷത്തിലേക്ക് കയറുന്നു എന്നുള്ള ഉത്കർഷവും ഈ പറയുന്ന എക്സസ് വരുന്ന പറയുന്ന വിചാരിച്ചത്. എന്നാ വളരെ നേരത്തെ മൃദുല സ്വരം കേൾക്കാതെ കുഞ്ഞ് ഇങ്ങനെ ചെറിയ കാറ്റ് പോലെ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഭയങ്കര സൗമ്യമാണെന്ന് പറഞ്ഞു. അതിന് കാത് കൂർപ്പിച്ചിരിക്കുക. അങ്ങനെ ദൈവത്തിന്റെ അങ്ങനെ ഒരു നിർബന്ധമുണ്ടേ. നമ്മൾ ചുമ്മാ തല്ലിക്കൂട്ടി ഓരോ ജീവിതങ്ങളെ ദൈവത്തിന്റെ ശബ്ദത്തിന് നമ്മൾ കാത് കൂർപ്പിക്കണം. അങ്ങനെ അത്ര വലിയ ശബ്ദമല്ലേ, ആ ശബ്ദത്തോട് നമ്മള് ഇതാകണം. ആ ദൈവത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറയുന്ന പോലെ നമ്മള് നിസ്സാരവൽക്കരിച്ചല്ലേ ഈ പറയുന്നൊക്കെ. ദൈവമായി പറയുന്നൊന്നും ഓർക്കണേ, അല്ലെ മനസാക്ഷിയില്ലേ. ആ നിർമ്മല ശബ്ദത്തോടും എന്നതാ അതാണല്ലോ സ്നേഹം അല്ലേ. അതിനോട് നമ്മള് ആ ഒരു ശബ്ദം നമ്മൾ പലപ്പോഴും പലതിലും കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനോട് അത് നിർബന്ധിക്കുന്നുമില്ല. അതൊരു സൗമ്യ ശബ്ദമാണ്. ചില കാര്യങ്ങളിലേക്ക് നമ്മളെല്ലാവരും വിശുദ്ധരെല്ലാം പറയുന്ന അങ്ങനത്തെ എക്സാമ്പിൾ അതൊക്കെ. എന്റെ ചാടാൻ എളുപ്പമാണ്, ഷൂ നമ്മൾ ചെല്ലും, പക്ഷെ തിരിച്ചു കയറാൻ വല്ല പറ്റുമോ? അങ്ങനെ ഓരോ കാര്യം നോക്കുമ്പോൾ വലിയ പ്രശ്നമുള്ളതൊന്നും അല്ല. ഒറ്റ ഇതിൽ അങ്ങനെ താഴോട്ട് പോകാം. പക്ഷെ തിരിച്ചു കയറാനായിട്ട് കിടന്ന് എടുക്കേണ്ടതേ ചിലപ്പോൾ കയറ്റിച്ച് നടക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും ഒന്ന് കയറ്റിയില്ലെങ്കിൽ അങ്ങനെ ചേറിൽപ്പെടാം. നമ്മളെ വെള്ളത്തിൽ പോകണമെന്നില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നൊരു കണ്ടം പോലത്തെ ചേറി കിടന്നാലും നമുക്ക് പിന്നെ തിരിച്ചു കയറത്തില്ല. അതാ ഇങ്ങനത്തെ ഈ ഓരോ കാര്യങ്ങൾ ചേറാം. സങ്കീർത്തനം അതാ പറയുന്നത്. ഈ നമുക്കത് നമുക്ക് ചേറ്റുകുഴിയിൽ നിന്ന് തന്നെ രക്ഷിക്കണേ, ചേറിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാ കേട്ടോ. കാരണം നമ്മൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തായിരിക്കും, ഇങ്ങനെ അങ്ങ് ചവിട്ടും. ഒത്തിരി ഒന്നും താഴണ്ട. ഇത്ര നാണാണെ പോലും ഇല്ലേ നമുക്ക് തിരിച്ചു കയറി വരാൻ പറ്റുന്നില്ല. കാരണം അടുത്ത സ്റ്റെപ്പ് നോക്കുമ്പോൾ താത് പോവുമല്ലേ. കയറി കിടക്കുന്നവർ തിരിച്ചു കയറത്തില്ല. അത് ആരെയും ഒരു കൈ കൊടുത്തില്ലേ പുറത്തുനിന്ന് പിന്നെ വന്നില്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ചവിട്ടിക്കൊണ്ടേയിരിക്കും, താന്നോണ്ടേയിരിക്കും. അവൻ മൂടി കയറി വരത്തില്ല. വെള്ളം ഒന്നും വേണ്ട, കിണറും വേണ്ട, മതി. അങ്ങനെ ഇതിന്റെ മരിക്കുന്നതാണെന്ന് അറിയില്ല. ഈ ചേറ് കുഴിക്കകത്ത് തിരിച്ചു കയറാൻ പറ്റത്തില്ല. മരിക്കും മനുഷ്യര്. മരിക്കാന്ന് പറഞ്ഞാൽ ആത്മീയതയില് നമുക്ക് പിന്നെ പറ്റത്തില്ല, പുരോഗമനം പറ്റത്തില്ലേ. ഇത്ര നാള് നമ്മള് പോയിട്ട് തിരിച്ചു കയറി പുരോഗമിച്ചല്ലോ. അതെ 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 മനസ്സിലായി. അതെ, ആർക്കും പെടാം ഈ ചേർക്കുഴിയിലെ. അത് നമ്മൾ ആത്മീയത ഭൂമിയിൽ നമ്മൾ ചുമ്മാ ഒരിക്കലും ദൈവം സ്ഥിരപ്പെടുത്തുന്നതും വരെ ഒരിക്കലും നമുക്കത് ഇതാന്ന് പറയത്തില്ല. എനഫെന്ന് ദൈവം പറയത്തില്ല. നമ്മൾ അവസാനത്തെ അതാ മരിക്കുന്നിടം വരെ ആരേ അനുഗ്രഹീതനെന്ന് പറയരുതെന്നേ. അതെ അതെ അതെ. ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് 100% ആക്സസ് ഉള്ള കാര്യമാണ് ചെയ്യാതിരിക്കാൻ. അതെ, അതിൽ ആണ് ആദ്യത്തെ വിശ്വസ്തത മുറുക്കേണ്ടത് അല്ലേ. നമ്മളിപ്പോ വലിയൊരു യുദ്ധം അല്ല ഇത്. പക്ഷെ യുദ്ധം ഭയങ്കര യുദ്ധമാണ് ആണല്ലേ. അതെ, അവിടെയാണ് നമ്മളിങ്ങനെ അത് ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തയാ ദൈവം നോക്കുന്നതേ. വലിയ കാര്യങ്ങളിലെ അത് നമുക്ക് ഈ ജലദോഷവും പനിയും ഒക്കെ വരും നമ്മൾ അറിയുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് ക്യാൻസർ വരും നമ്മൾ അറിയേല.
അങ്ങനെ അത് 3-ാം സ്റ്റേജൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നതേ. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ശീർഷിക്ക് ഇതും ചെയ്യുവേ. അങ്ങനെ വിശുദ്ധർ പറയുന്നത് മാരക പാപത്തെക്കാളും നമ്മൾ പേടിക്കേണ്ട ലഘുപാപത്തെയാണെന്നാണ് പറയുന്നത്. കാരണം അതിനെക്കുറിച്ച് നമുക്ക് ഒരു അബോധവും കിട്ടത്തില്ല. പക്ഷെ അതിന്റെ അസംഖ്യങ്ങള് ഈ മാരക പാപത്തെക്കാളും വലിയ പർവ്വതം പോലെയാവും. അത് നമ്മളെ ഇത് ചെയ്ത് കളയുവേ. ചിലവണ്ണം നല്ലപോലെ പറയുന്നുണ്ട്, ദ്രവിപ്പിച്ച് കളയും നമ്മളെ. സഭയിൽ നമുക്ക് ജീവിച്ചു പോകാവുന്ന ഏറ്റവും എന്താ ഭാരമില്ലാത്തൊരു യാത്രയാണ് നമ്മുടേത്, ആത്മീയ യാത്രയെ. ഈശോയുടെ കുരിശ് ലഘുവും ഭാരം കുറഞ്ഞാന്നല്ലേ പറയുന്നത്. വഹിക്കാൻ എളുപ്പമാണ് ഈശോ തന്നെ പറയുന്നത്. ബാക്കി നമ്മൾ ഇതിലേക്ക് പോകുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ നമ്മളെ പാവത്തിലും അങ്ങനത്തെ ദൈവിക മാർഗത്തിലല്ലാത്തപ്പോഴാണ് നമ്മൾ കൂടുതൽ സഹിക്കുന്നതേ, ഭാരം വരുന്നതും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് തെറ്റിക്കിടക്കുന്ന മിറ്റിലെ കിടക്കുന്ന ട്രെയിൻ ഒന്ന് ഈ ട്രാക്കിലേക്ക് കയറാനാണ് ഈ പഴപ്പാടെല്ലാം. ട്രാക്കിൽ കയറി കഴിഞ്ഞാലല്ലേ എന്ന് ദൈവത്തിന്റെ നാമത്തിലേക്ക് പോയി കൃപയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അത് അവസ്ഥയാണ് അല്ലേ. ആ പാളത്തിൽ നിന്ന് തെറ്റാതെ നോക്കാന്നുള്ളതാണ് എപ്പോഴും. പാളത്തിൽ നിന്ന് തെറ്റാൻ എളുപ്പമാണ് വീലേ. പാളം തെറ്റിയാലെല്ലാം ട്രെയിൻ എല്ലാം പോകുന്നത് അല്ലെ, പാളം തെറ്റുന്നതിന്റെ പറഞ്ഞതിന്റെ. നമ്മളിത് മനോഹരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ജീവിതമായത് ജാഗരൂകതയോടെ. കാരണം വിശുദ്ധിയിൽ പുരോഗമിക്കും തോറും നമുക്ക് അതിന്റെ ദൈവസ്നേഹത്തിന്റെയും സന്തോഷമല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുണ്ട് വേറെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചല്ലേ. ബാക്കി ഞെരുക്കോ രോഗം ഉണ്ടെങ്കിലൊന്നും പ്രശ്നമല്ലേ. അയ്യോ, ഈ കർത്താവിന് വേണ്ടി ജീവിതം കളയുന്നു എന്ന് പറയുന്നത് പോലും ഏറ്റവും ചെറിയൊരു കുഞ്ഞു കാര്യമല്ലേ അല്ലേ. സ്ട്രൈവ് ടു എൻ്റർ ബൈ ദ നാരോ ഡോർ എന്ന് പറയുന്നത് ഈശോ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്ത് വലിയ ആനന്ദത്തേക്ക് ഒന്ന് ചാടി എന്റെ തൊഴിലേക്ക് കയറും എന്നുള്ളതാണല്ലോ. ഇപ്പൊ തന്നെ ചേറ്റിൽ നിന്ന് ഓരോന്ന് കയറിയതിന്റെ നമുക്ക് ആന്തരിക സ്വാതന്ത്ര്യം ഇതാണ്. യഥാർത്ഥ താന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊരു സ്വാതന്ത്ര്യമായിരിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും